ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ബിൻഷിടാ, ഗുഡ് ഹലോ. മോർണിംഗ് ഫ്രണ്ട്സ്. കേൾക്കാലോ അല്ലേ? കണ്ടിന്യൂ ചെയ്തു. കേൾക്കാം അപ്പം ഇന്നത്തെ MHMS പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിൻഷിടാ, യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു സിറാജ് സാർ, താങ്ക് യു രാജീവ് സാർ, താങ്ക് യു ഹരി സാർ. രാജീവ് സാറും സിറാജ് സാറും നമ്മുടെ പ്രിയപ്പെട്ട ഹരി സാറിന്റെ വീട്ടിലുണ്ട്. അവിടെ നമ്മുടെ ഹരി സാറിന്റെ പ്രിയപത്നി ആരുടെ സിദ്ധാർത്ഥ. സിദ്ധാർത്ഥൻ. അത് ഏത് കണ്ട DXന്റെ 3 തലമൂത്ത കാരണവന്മാര് നടുക്കൊരു ചുവന്ന ബനിയനും ഇട്ടുണ്ട്. നമ്മുടെ പത്തനംതിട്ടയുടെ പുലിയായിട്ടുള്ള ഹരിസാറ് സിദ്ധാർത്ഥിന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സിദ്ധാർത്ഥ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ മോനെ. രാജീവ്. ഹലോ ഹായ് 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 ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ. സോ കണ്ടിന്യൂ വിത്ത് ബിൻഷിടാ. ഞാൻ ക്ലോസ് ചെയ്യാണ്. കണ്ടിന്യൂ ചെയ്യും പ്രോഗ്രാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സ്നേഹമുള്ള DXN കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, വളരെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം, നമുക്ക് വളരെ കേപ്പബിളായ, എക്സ്പീരിയൻസ്ഡ് ആയ ഒരു മാനേജറെ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ PIC പേഴ്സൺ ഇൻചാർജ് കേരള മാനേജറായിട്ട് പ്രമോദ് സാർ ചാർജ് എടുത്തു. ഇന്നോട്ട് അദ്ദേഹം എറണാകുളം ഓഫീസിലുണ്ട്. പ്രമോദ് സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ബംഗ്ലാദേശിന്റെ കൺട്രി മാനേജർ ആയിരുന്നു. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ 3-4 സ്റ്റേറ്റ് നോക്കിയിരുന്ന ഒരു ടെറിട്ടറി മാനേജർ ആയിരുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം കോർപ്പറേറ്റ് വ്യക്തികൾക്ക്, സംഘടനകൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്. അപ്പൊ അത്തരത്തിൽ ഒത്തിരി ക്വാളിറ്റിയുള്ള, എന്നാൽ തനി മലയാളിയായിട്ടുള്ള പ്രമോദ് സാർ നമ്മുടെ മാനേജറായിട്ട് ചാർജ് എടുത്തു. തീർച്ചയായിട്ടും പ്രമോദ് സാറിന്റെ വരവ് DXN കേരളയ്ക്ക് ഒത്തിരി ഗുണം ചെയ്യും. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് ധാരാളം ട്രെയിനിങ്ങുകൾ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നല്ലാതെ, ഇപ്പോൾ രാജീവ് സാറ്, സിറാജ് സാറിന്റെ ട്രെയിനിങ് ചങ്ങനാശ്ശേരി, പത്തനാപുരം ഒക്കെ നടക്കുകയാണ്. ധാരാളം ട്രെയിനിങ്ങുകൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ മാനേജ്മെന്റ് സൈഡിൽ നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രോഗ്രാം തരാൻ പറ്റുന്ന കരുത്തനായിട്ടുള്ള ഒരു മാനേജറെ പ്രമോദ് സാറിനെ നമുക്ക് കിട്ടി. അപ്പൊ അതെല്ലാം നല്ല സൂചനകളാണ് നൽകുന്നത്. DXN കുതിക്കുകയാണ്. വേൾഡില് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചരിത്രത്തില് റെക്കോർഡ് ഇട്ടുകൊണ്ട് റെക്കോർഡ് വേഗതയിൽ DXN കുതിക്കുകയാണ് വേൾഡില്. ഇന്ത്യയില് ധാരാളക്കണക്കിന് ലക്ഷാധിപതികളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ചുകൊണ്ട് DXN കുതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വലിയ പ്രസ്ഥാനം, അതിന്റെ ഏറ്റവും വേഗത്തിലുള്ള ആ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കടന്നു വന്ന നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തില് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ രൂപത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും നേടിയെടുക്കാൻ കിട്ടുന്ന അസുലഭമായ അവസരമാണ്. അപ്പൊ ആ അവസരം വിനിയോഗിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് മൈ ഹോം മൈ ഷോപ്പ്, എന്റെ വീട് എന്റെ കട എന്നുള്ള ഈ പ്രോഗ്രാം. അപ്പൊ ആ പ്രോഗ്രാം ഇന്ന് നമ്മൾ വീണ്ടും തുടരുമ്പോൾ, ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓരോ ആഴ്ചയിലും നമ്മൾ കമ്പനി, പ്രോഡക്റ്റ്, പ്ലാൻ, വർക്കിംഗ് മെത്തേഡ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ പ്രോഗ്രാമിൽ ധാരാളം പുതിയ വ്യക്തികൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രോഗ്രാമായിട്ട് മൈ ഹോം മൈ ഷോപ്പ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറേ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ അനുജന്മാരും അനിയത്തിമാരും നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത്, കുറെ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്, പക്ഷെ ആ പ്രോഡക്റ്റുകൾ എന്താണെന്നോ ഏതാണെന്നോ ചെറിയ ഐഡിയ പോലും ഇല്ല. അപ്പൊ അതിനൊരു ചെറിയ ഐഡിയ, ഒരു എന്താ പറയാ, നട്ട്ഷെല്ല് പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് തന്നെ ഒരാഴ്ച അതിനു വേണ്ടി ഒന്ന് നീക്കി വെക്കുക. കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഒരു 45 മിനിറ്റ് നമുക്കുള്ളൂ. ബാക്കിയുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പുറകെ പഠിക്കാം. അപ്പൊ ഇന്ന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ പ്രോഡക്റ്റുകളുടെയും ഒരു നട്ട്ഷെല്ല് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആർക്കും
അറിയാവുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടും കേട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടും ബുദ്ധിമുട്ട് തോന്നരുത്. ഒരു റെഫറൻസിന് നാളെ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അത് ഉപയോഗിക്കാം. വിശദമായിട്ട് നമുക്ക് പ്രോഡക്റ്റിന്റെ ട്രെയിനിങ് എടുക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം 45 മിനിറ്റ് നമുക്കുള്ളൂ. പക്ഷെ നമ്മുടെ വന്നിരിക്കുന്ന ഈ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ, അവർക്ക് ഏതൊക്കെയാണ് നമ്മുടെ പഴയ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റ്, എന്താണ് അതിന്റെ ചില പ്രത്യേകതകൾ, അത് മാത്രം നമുക്കൊന്ന് ഓടിച്ച് മനസ്സിലാക്കാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോട് ചോദിച്ചു പഠിക്കുക. അപ്പോൾ നമ്മളത് തുടങ്ങുകയാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, കുറിച്ചെടുക്കേണ്ടവര് കുറിച്ചെടുക്കുക. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന MHMS പ്രോഗ്രാമിൽ പഠിക്കാം. സോ ഇന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്ട്സ് ആണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ഏക കമ്പനിയാണ് DXN. ഞാനിത് പറയാൻ കാരണം 2000-ലാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് ബിനീഷ് കുമാർ, വീട് എറണാകുളത്ത് വടുതലയിലാണ്. DXNലെ സീനിയർ ക്രൗൺ ഡയമണ്ട് എന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. ഒപ്പം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോ ഈ കഴിഞ്ഞ 25 കൊല്ലമായി DXNന്റെ ചരിത്രത്തിനൊപ്പം നടക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. കാരണം DXN ഇന്ത്യയിൽ വന്നത് 2000-ലാണ്. വേൾഡില് 93-ൽ വന്നു. ഇവിടെ 2000-ൽ വന്നപ്പോൾ ആ തുടങ്ങിയ കാലം തൊട്ട് DXN പ്രവർത്തനത്തിന്റെ ഒപ്പം കൂടാനായിട്ടുള്ള ഭാഗ്യം എൻ്റെ പ്രിയപ്പെട്ട അപ്ലൈൻ സിറാജ് സാറ് എനിക്ക് തന്നു. അതിനുവേണ്ട ഗൈഡ് ലൈൻ എൻ്റെ പ്രിയപ്പെട്ട അപ്ലൈൻ ആയിട്ടുള്ള രാജീവ് സാറ് തന്നു, ശശ സാറ് തന്നു. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയ പ്രോഡക്റ്റ് സംബന്ധിയായിട്ടുള്ള ചില വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ലോകത്ത് പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ഏക കമ്പനിയാണ് DXN. ഒരിക്കല് ഒരു ക്ലാസ്സിൽ രാജീവ് സാർ പറഞ്ഞു, അല്ലെ, എന്താ പറഞ്ഞത്? മറ്റുള്ള ഒരു നെറ്റ്വർക്ക് കമ്പനി, നമുക്കറിയാം ചിലരുടെയൊക്കെ ബിസിനസ് മണി ചെയിൻ കമ്പനികൾ, എപ്പോഴും മണി ചെയിനും തട്ടിപ്പുകളുമാണ് നാട്ടിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെ. റേഷൻ കടയിലല്ല ഏറ്റവും കൂടുതൽ ആളുകൾ തിക്കി തിരക്കി കയറുന്നത് ബ്യൂറേസിലാണ്. അപ്പൊ റേഷൻ കടയാണോ ബ്യൂറേസ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ആൾക്കൂട്ടം വെച്ച് നോക്കിയാൽ ബ്യൂറേസ് പറയേണ്ടി വരും. അപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമകളും, അല്ലെ, പല ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന സിനിമകളും. അപ്പൊ കൂടുതൽ ആളുകൾ കയറുന്നതെല്ലാം നന്നാകണമെന്നില്ല. നല്ലതിന്റെ പുറകെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ നാളെ ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും കാണുന്നൊരു കാഴ്ച, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും DXNന്റെ ചായ അന്വേഷിച്ച് നടക്കുന്നു, DXNന്റെ കാപ്പി അന്വേഷിച്ച് നടക്കുന്നു, DXNന്റെ സോപ്പ് അന്വേഷിച്ച് നടക്കുന്നു, DXNന്റെ പേസ്റ്റ് അന്വേഷിച്ച് നടക്കുന്നു. അവർക്ക് എന്താണെന്ന് അറിയില്ല, ഇതിന്റെ പ്ലാൻ അറിയില്ല. 180-ൽ പരം രാജ്യത്ത് DXN ഉള്ള കഥ അറിയില്ല. ഡോക്ടർ ലിംസിയോജിൻ എന്ന് പറയുന്ന മഹാനാണ് ഇതിന്റെ ഫൗണ്ടർ എന്നറിയില്ല. മലേഷ്യയില് അലോസ്റ്റാർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് DXN തുടങ്ങിയതെന്നറിയില്ല. അവർക്ക് നമ്മുടെ ദുബായ് രാജകൊട്ടാരത്തിൽ കഴിഞ്ഞ 19 വർഷമായിട്ട് DXNന്റെ കാപ്പി, സെബിൽ കോഫിയാണ് ഉപയോഗിക്കുന്നത്, അതൊന്നും അവർക്ക് അറിയില്ല. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ജപ്പാനിലും എല്ലായിടത്തും DXN ഉണ്ട്, ആ കഥ ഒന്നും അവർക്കറിയില്ല. പക്ഷേ അവരെല്ലാം DXN പ്രോഡക്റ്റിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അന്ന് രാജീവ് സാർ ഒരു മീറ്റിംഗിൽ പറഞ്ഞത്, മറ്റ് കമ്പനികളിൽ റിക്രൂട്ട്മെന്റ് നിന്നാൽ ഇൻകം നിന്നു, വരുമാനം നിന്നു. മറിച്ച് DXN പ്രസ്ഥാനത്തില് ഒരു റിക്രൂട്ട്മെന്റ് നടന്നില്ലെങ്കിലും ആ വന്നവർക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും, നിർബാധം കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും പെയ്തൊഴിയാതെ നമുക്ക് ഇങ്ങനെ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന്റെ കാരണക്കാരൻ ഒരേ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെ പേരാണ് നമ്മുടെ പ്രോഡക്റ്റ്, അല്ലെ. ശക്തമായിട്ടുള്ള ഒന്നിനേക്കാൾ വെട്ടുന്ന പ്രോഡക്റ്റ് ആണ് വരുന്നത്. അന്ന് വന്നതല്ല ഇന്ന് വരുന്നത്, അതിനേക്കാൾ പവർഫുൾ ആയ പ്രോഡക്റ്റ് ആണ് വരുന്നത്. പക്ഷെ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുമ്പോൾ വജ്രായുധമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ പ്രോഡക്റ്റുകളുടെയൊക്കെ അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു, അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാതെ പോകുന്നു. ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ വർക്കൗട്ട് ചെയ്യാം. അത് വർക്കൗട്ട് ചെയ്ത് 60 രൂപ തൊട്ട് 2 കോടി രൂപ വരെ ഇൻകം മേടിക്കുന്നവര് DXN സിസ്റ്റത്തിലുണ്ട്. പക്ഷെ ഈ പ്രോഡക്റ്റിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും പല ആളുകളെയും നമുക്ക് ജീവിതത്തിൽ ഒന്ന് കൈപിടിച്ച് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അവരെ കൈപിടിച്ചുയർത്താവുന്ന ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും.
ഒരു MBBS-ന്റെ വാലില്ലാതെ, ഒരു MD-യുടെ വാലില്ലാതെ, ഒരു DHMS-ന്റെ വാലില്ലാതെ, ഒരു BHMS-ന്റെ വാലില്ലാതെ നമുക്ക് ഏത് സാധാരണക്കാരനും ആരോഗ്യം, മാനസികവും ശാരീരികവും ആയിട്ടുള്ള ആരോഗ്യം കൊടുക്കാൻ പറ്റുന്ന അതിശക്തമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ഉള്ളത്. അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ അവലോകനം നടത്താം. ശ്രദ്ധിച്ച് കേൾക്കണേ. കുറിച്ചെടുക്കേണ്ടത് കുറിച്ചെടുക്കുക. ആദ്യമായിട്ട് നമ്മൾ 2000-ൽ ആരംഭിക്കുമ്പോൾ നായകനായിട്ട് വന്ന പ്രോഡക്റ്റ് നമ്മൾ പറയില്ലേ, ദൈവപുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു എന്ന് പറയുന്നത് പോലെ ദൈവപുത്രനായിട്ട് അവതരിച്ച നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഗ്യാനോ ഡർമ. ഗ്യാനോ മീൻസ് തിളങ്ങുന്നത്, ഷൈനിങ്. ഡർമ മീൻസ് സ്കിൻ, തിളങ്ങുന്ന സ്കിൻ, നിത്യ യൗവനം കൊടുക്കുന്ന കൂണ് എന്നുള്ള അർത്ഥത്തില് വന്ന ഒരു അത്ഭുത കൂണാണ് ഗ്യാനോഡർമ. ഡോക്ടർ ലിം പറഞ്ഞതുപോലെ 2000 വർഷത്തോളം പഴക്കമുള്ള ചൈനീസ് ഫാർമക്കോപ്പിയ, നമ്മുടെ അഷ്ടാംഗ ഹൃദയം പോലെയുള്ള ബുക്കില് ഒന്നാമത്തെ മെഡിസിനൽ ഹെർബായിട്ട് പറയുന്നത് ഗ്യാനോഡർമയാണ്. അത്ഭുതകരമായിട്ടുള്ള കൂണ്. ആ കൂണ് 400ഓളം ഔഷധ ഘടകങ്ങളുള്ള ഗാനോഡർമ. അതില് വിവിധ തരത്തിൽപ്പെടുന്ന ഗാനോഡർമ, ലിവർ ഗാനോ, ബ്രെയിൻ ഗാനോ, കിംഷൻ ഗാനോ, പീകോക്ക് ഗാനോ, റൂയി ഗാനോ, ഹാർട്ട് ഗാനോ പോലെയുള്ള വിവിധ തരം ഗാനോഡർമകളെ ഒന്നിപ്പിച്ച് കൂട്ടിച്ചേർത്ത് അവയെ തണുപ്പിച്ചുണക്കി പൊടിച്ച് ഉണ്ടാക്കുന്ന അത്ഭുതകരമായ കോമ്പിനേഷനാണ് DXന്റെ RGGL ക്യാപ്സ്യൂളുകൾ. ഗ്യാനോഡർമ ധാരാളം കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഈ ആട്ടുംകാട്ടവും കൂർക്കക്കഷ്ണവും പോലെ ഒരു ബന്ധവുമില്ല, പേരിൽ മാത്രമേ സാമ്യമുള്ളൂ, നമ്മൾ തിരിച്ചറിയണം. അപ്പോ ആ തരത്തിൽ നമ്മൾ ശക്തമായിട്ടുള്ള ഒരു കൂണ്, 400ഓളം ഔഷധ ഘടകങ്ങൾ അടങ്ങിയ ഒരു കൂണാണ് ഗ്യാനോഡർമ എന്ന് പറയുന്നത്. 3 ആഴ്ച പ്രായമായ കൂണിന്റെ വേരിന്റെ ഭാഗം തണുപ്പിച്ചുണക്കി പൊടിച്ചുണ്ടാക്കുന്ന ക്യാപ്സ്യൂളിനെ വിളിക്കുന്ന പേരാണ് GL അഥവാ ഗാനോസീലിയം. 3 മാസം പ്രായമായ കൂണിന്റെ കൊടയുടെ ഭാഗം തണുപ്പിച്ചുണക്കി പൊടിച്ചുണ്ടാക്കുന്ന ക്യാപ്സ്യൂളിനെ വിളിക്കുന്ന പേരാണ് RG അഥവാ ഋഷിഗാനോ. ഇത് കരിക്കും തേങ്ങയും പോലെ നമ്മൾ കൊടുക്കുന്നു. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് നമ്മൾ GL മാത്രം റെക്കമെൻഡ് ചെയ്യുന്നു. എന്നാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് RGയും GLും ചേർത്ത് കൊടുക്കുന്നു. RGGLും ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഒരു ഫുഡ് ആയതുകൊണ്ട്, അതിന് അഡാപ്റ്റജൻ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ആയതുകൊണ്ട്, അഡാപ്റ്റജൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രോഗത്തിനല്ലാതെ ടോട്ടൽ വെൽബീയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക, സെൽ ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രോഡക്റ്റ്, നമ്മുടെ ടോട്ടൽ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, വെൽനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, ഒരു പർട്ടിക്കുലർ രോഗത്തിന് വേണ്ടിയോ ഒരു പർട്ടിക്കുലർ റീജിയനോ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ല. സെൽ ലെവലുകളിൽ പ്രവർത്തിക്കുന്ന, ടോട്ടൽ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, യാതൊരു പാർശ്വഫലവും ഇല്ലാത്ത പ്രോഡക്റ്റ്, ഏത് കൂടിയ അളവിൽ കഴിച്ചാലും യാതൊരു പാർശ്വഫലവും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് അഡാപ്റ്റജൻ കാറ്റഗറിയിൽ വരുന്നത്. അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നമാണ് ഗാനോഡർമ. ആ ഗാനോഡർമയുടെ ഒരു ജോഡി ക്യാപ്സ്യൂൾ നമുക്കുണ്ട്. അതിനെ നമ്മൾ 3 ആഴ്ച പ്രായമായതിനെ GL എന്ന് പറയുന്നു, 3 മാസം പ്രായമായതിനെ RG എന്ന് പറയുന്നു. അത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഡോസേജ് ഒന്നുമില്ല. കാരണം നമ്മൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ വിശപ്പാണ് നമ്മുടെ ഡോസേജ് എന്ന് പറയുന്നത്. ഒരു ഇഡ്ഡലി കഴിച്ചാൽ വിശപ്പ് പോകുന്നവരുണ്ട്, 4 ഇഡ്ഡലി കഴിക്കേണ്ടവരുണ്ട്. നമുക്ക് ആ തരത്തിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും കഴിക്കാവുന്നതാണ്. ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആമുഖമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിശേഷം, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, മാജിക്കൽ മെഡിസിൻ ആക്ട്, അങ്ങനെയുള്ള കുറെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഈ നിയമങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു രോഗം മാറുമെന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അത് ഈവൻ മെഡിസിൻ ആണെങ്കിൽ പോലും, അലോപ്പതി ഇൻക്ലൂഡിങ് അലോപ്പതി മെഡിസിൻ ആണ്, അതിന്ന രോഗങ്ങൾ, അത് 51 രോഗങ്ങളുടെ ലിസ്റ്റ് വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള പല രോഗങ്ങളും നമ്മൾ സ്ഥിരം കേൾക്കുന്ന രോഗങ്ങളാണ്. ഡയബറ്റിക്കും പ്രഷറും ക്യാൻസറും അടക്കമുള്ള രോഗങ്ങൾ. നിയമത്തിൽ പറയുന്നത് ഈ രോഗങ്ങൾ മാറ്റും എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ പോലും അതൊരു ഒഫൻസ് ആണ്. ദയവേത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ അതുപോലെ ഉപയോഗിക്കാവുന്ന പ്രൊപ്രൈറ്ററി മെഡിസിൻ ആണ്, അതല്ലെങ്കിൽ നമുക്ക് ആയുർവേദ ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശവും മറ്റുമൊക്കെ, അതിനുള്ള സൗകര്യം നമ്മുടെ കമ്പനിക്കുണ്ട്.
നമുക്ക് ഉപയോഗിക്കാവുന്ന ആയുർവേദിക് ഉൽപ്പന്നങ്ങളാണ്. ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഹെൽത്ത് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു നിശ്ചിത പീരീഡ് കഴിക്കുന്നു, അതിനുശേഷം നിർത്തുന്നു. ബാക്കിയെല്ലാം നമ്മുടെ ജനറൽ ഹെൽത്തിന് വേണ്ടി ഫുഡ് സപ്ലിമെന്റ്, പ്രൊപ്രൈറ്ററി മെഡിസിൻസ് പലതും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വരാനിരിക്കുന്ന രോഗങ്ങളെ തടയാനും മതിൽക്കെട്ടായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. എന്നിരുന്നാലും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒഴികെ ആ രോഗം മാറും, ഈ രോഗം മാറും എന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ആണ്. ഒരിക്കലും DXN മെമ്പേഴ്സ് അത് ചെയ്യരുത് അങ്ങനെ. കാര്യം നമുക്ക് മാത്രമുള്ളതല്ല, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ഫോളോ ചെയ്യേണ്ട സംഭവമാണ്. അതൊരു ഡോക്ടർ വരെ ഫോളോ ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം പല റിസർച്ച് പേപ്പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, അതേപോലെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, ആ തരത്തിലുള്ള വിവരങ്ങളാണ്. ആ വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോ ഞാൻ പറഞ്ഞു, നമുക്കറിയാം, ഡോക്ടർ ലിം തന്നെ പറയുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു രോഗവും മാറ്റുന്നില്ല. എല്ലാ രോഗവും മാറ്റുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. ദ ബെസ്റ്റ് ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന കോടാനുകോടി കോശങ്ങൾ, ആ കോശങ്ങളിൽ ധാരാളം പട്ടാളക്കാര് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ? WBC എന്ന പേരിലും വെളുത്ത രക്താണുക്കൾ എന്ന പേരിലും മറ്റുമായിട്ട് ധാരാളം പട്ടാളക്കാര് ഒളിഞ്ഞിരിപ്പുണ്ട്. ഏത് രോഗാണു വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ചെറുക്കാനായിട്ടുള്ള കഴിവ് ആ പട്ടാളക്കാർക്കുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത മുഴകള്, ഇൻഫ്ലമേഷൻസ്, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും അനിയന്ത്രിതമായിട്ട് കോശങ്ങൾ വളരുന്ന ക്യാൻസർ സെല്ലുകൾ വളരുമ്പോൾ അതിനെയൊക്കെ നശിപ്പിക്കാനും പറ്റുന്ന ഒരു മെക്കാനിസം ഏതോ ഒരു ശക്തി നമ്മുടെ ശരീരത്തിന് കൊടുത്തിട്ടുണ്ട്. സോ അവർ ബോഡി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ. നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല ഡോക്ടർ. ആ ഡോക്ടറിന് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ അകത്ത് കത്തിച്ചു വെക്കും. എന്നിട്ട് ആ പുക ശ്വസിച്ച് നമ്മൾ കിടന്നുറങ്ങും. പേര് കൊതുകിന്, പക്ഷെ വിഷം മുഴുവൻ കഴിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെ നമ്മുടെ ശവക്കുഴി തോണ്ടണം. നല്ല മീനുകൾ കഴിക്കുമ്പോൾ ആ മീനുകൾ കേടാകാതിരിക്കാൻ, അതിൽ അണുക്കൾ വരാതിരിക്കാൻ, ബാക്ടീരിയ വരാതിരിക്കാൻ നമ്മൾ അതിനകത്ത് മാരകമായ കീടനാശിനികൾ ഒഴിച്ചു വെക്കുന്നു. എന്നിട്ട് ആ വിഷമുള്ള മീനെടുത്ത് നമ്മൾ തന്നെ കഴിക്കുന്നു. നല്ല പച്ചക്കറി കഴിക്കണമെന്ന് എന്നിട്ട് ആ വിഷം എടുത്ത് നമ്മൾ കഴിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയായ ജീവി മനുഷ്യനാണ്. നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ തന്നെ വിഷം കലർത്തുക. വെള്ളത്തിൽ കലർത്തും, ഭക്ഷണത്തിൽ കലർത്തും, വായുവിൽ കലർത്തും. അതാണ് നമ്മുടെ ബോഡിയുടെ തന്നെ നട്ടുനനച്ചു വളർത്തിയ ഒരു കൂട്ടം ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, മരുന്നുകളെ കുറിച്ചല്ല, ഔഷധ ഭക്ഷണത്തെ കുറിച്ചാണ്. സോ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ കാണുക, കേൾക്കുക, പറഞ്ഞു കൊടുക്കുക. സോ അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ ഗാനോഡർമ. നമ്മുടെ ഗാനോഡർമ എന്ന് പറയുന്ന നമ്മുടെ ഔഷധ കൂണ്. അതിന്റെ 2 ക്യാപ്സ്യൂളുകൾ RGGL ക്യാപ്സ്യൂൾ. എന്നാൽ നമുക്ക് സ്പൈർലിന എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു ഉൽപ്പന്നമുണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന ഉൽപ്പന്നം. വരുന്നു സ്പൈസ് സൂപ്പർ ആഹാരം. 1000 കിലോ പച്ചക്കറിയും പഴവർഗ്ഗവും കഴിക്കുന്നതിന് തുല്യമാണ് 1 കിലോ സ്പൈ എന്നാണ് പറയുന്നത്. നമ്മുടെ തീന്മേശയിൽ വേണ്ട ഒരു ഭക്ഷണം. ലോകാരോഗ്യ സംഘടന സമ്പൂർണ്ണാഹാരം എന്ന് പറയുന്ന ഭക്ഷണം. അതിനകത്ത് ക്ലോറോഫിൽ ഉണ്ട്, ഹരിതകമുണ്ട്, പുത്തൻ ബ്ലഡ് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു, വൈറ്റമിൻ B1, B2, B3, B6, B12, ഓൾ സ്പെക്ട്രം ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, എല്ലാ വൈറ്റമിൻസും മിനറൽസുമുള്ള ഒരു സമ്പൂർണ്ണ ആഹാരമാണ് സ്പൈർലിന. നല്ല ആന്റി ഓക്സിഡൻസ്, ബീറ്റാ കരോട്ടിൻ പോലെയുള്ള അതിശക്തമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഉള്ള ഒരു ഭക്ഷണമാണ് സ്പൈർലിന. 18 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ അറിയാലോ. ആർജിനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ അത്രയ്ക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള 18ഓളം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ഉള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്പൈർലിന. ഫൈക്കോസയാനിൻ എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്, നമുക്ക് വരുന്ന മാരകമായിട്ടുള്ള പല രോഗങ്ങൾക്കും മറുമരുന്നായിട്ട് മാറുന്ന ഒരു ഘടകം ഫൈക്കോസയാനിൻ അടക്കമുള്ള ഒരു സൂപ്പർ ഫുഡാണ് സ്പൈർലിന. സ്പൈർലിന നമുക്ക്
ഉൽപ്പന്നമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ചായ കുടിച്ചുകൊണ്ടാണ്. നമുക്ക് ഋഷി ഗാനോ എന്ന് പറയുന്ന ഗാനോ ടീ ഉണ്ട്, ഗ്യാനോഡർമ അതിനകത്തുണ്ട്, അത്ഭുതക്കൂണ് 400 ഔഷധ ഘടകങ്ങൾ അടങ്ങിയ ഗ്യാനോഡർമ കൂൺ അതിനകത്തുണ്ട്. അത് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അമ്മ ചായ തരുമ്പോ നമ്മള് എൻഡോസൾഫാൻ അടിച്ച ചായ അല്ലേ, ഈ മലനിരകളിൽ നിന്നും ഇന്ന മലമുകളിൽ നിന്നൊക്കെ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനും മേലെ പറന്നുകൊണ്ട് ഹെലികോപ്റ്ററിൽ അടിക്കുന്ന മാരകമായിട്ടുള്ള എൻഡോസൾഫാൻ ഇതടിച്ച ചായ രാവിലെ കൊടുത്തുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അവരുടെ ജീവിതം ഗുഡ് നൈറ്റ് ആയിട്ട് മാറുകയാണ്. ആ സ്ഥാനത്ത് ഗാനോഡർമ ചേർന്ന ചായ, ഇലത്തേയില ഇട്ടിട്ടുള്ള അല്ലേ, അപ്പോ ഇലത്തേയില ഇട്ടിട്ടുള്ള നല്ല ചായ, തേയില തന്നെ നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, അതിനകത്തുള്ള പോളിഫിനോൾസ്, സൂക്ഷ്മ മൂലകങ്ങള്, വൈറ്റമിൻസ് ചായയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൃത്രിമ രാസപദാർത്ഥങ്ങളും ചേരുവകളും നിറങ്ങളും രുചിവർദ്ധകങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചായ മാറ്റി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നു. അതാണ് DXN ഗാനോ ടീ എന്ന് പറയുന്നത്. ചില പ്രോഡക്റ്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾ അതൊന്നും കൂടി പഠിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള നല്ല ചായ, അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഒരു ദിവസം തുടങ്ങുമ്പോൾ സുപ്രഭാതമാക്കി മാറ്റാൻ പറ്റുന്ന നല്ല ഹെൽത്തി ടീ നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, കഴിച്ചതൊരു ചായയാണ്, പക്ഷെ അതിനകത്തുള്ള ഗാനോഡർമ, അതിനകത്തുള്ള തേയിലയിലുള്ള നല്ല ശുദ്ധമായ തേയിലയിലെ ആന്റി ഓക്സിഡന്റുകൾ അവന്റെ ശരീരത്തിൽ പൊട്ടിമുളച്ചു വരുന്ന പല ക്യാൻസർ സെല്ലുകളെയും അവന്റെ പദത്തിലുള്ള പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കിയത് അറിയുന്നില്ല നമ്മൾ, അല്ലേ? അപ്പോ ആ ഒരു ചായയിലൂടെ നമുക്ക് ഹെൽത്ത് വാഗ്ദാനം ചെയ്യുന്നു. നമ്മളൊരു കുളിക്കുമ്പോൾ നമുക്കറിയാം ഗ്യാനോഷി സോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്യാനോഡർമയും പാം ഓയിലും അടങ്ങിയിട്ടുള്ളതാണ്, മലേഷ്യൻ പാം ഓയില്. പാം ഓയിലിന്റെ പ്രത്യേകത അറിയാമല്ലോ, സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ വൈറ്റമിൻ ഇ റിച്ച് ആണ് നമ്മുടെ പാം ഓയിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജിൽ നിന്ന് രക്ഷിക്കുന്നു, സ്കിന്നിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കി തരുന്നു, ധാരാളം ഗുണങ്ങൾ നമുക്കുണ്ടാക്കുന്നുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെ, വൈറൽ ഇൻഫെക്ഷൻസ്, അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുന്നു. അതിനകത്ത് ആഡഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇല്ല, അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ല, സിന്തറ്റിക് ആയിട്ടുള്ള ഏജൻസുകൾ ചേർത്തിട്ടില്ല. ഗ്യാനോഡർമയും പാം ഓയിൽ ചേർത്തുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അല്ലെ, നമ്മള് ഗ്രേഡ് 1 സോപ്പ് എന്ന് പറയില്ലേ, TFM കണക്കാക്കിക്കൊണ്ട് ടോട്ടൽ ഫാറ്റി മാറ്റർ കണക്കാക്കിക്കൊണ്ട് ഗ്രേഡ് 1 സോപ്പ് എന്ന് പറയുന്ന സോപ്പ് അല്ലെ. ഗ്രേഡ് 1 സോപ്പിന്റെ ഒക്കെ വില കേട്ടാല്, ഒറിജിനൽ മൈസൂർ സാൻഡലിന്റെ ഒക്കെ വില കേട്ടാൽ നമ്മൾ കിടുങ്ങിപ്പോകും. നമ്മുടെ സോപ്പിന്റെ 4 ഇരട്ടി വിലയുണ്ട്. അത്തരത്തിലുള്ള സോപ്പ് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു അവയവമാണ് നമ്മുടെ പല്ല്. ആരുകളുടെയും പല്ല് അറിയാതെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് ഇൻഷുറൻസ് ഹെവിയാണ്, ശിക്ഷയും ഹെവിയാണ് അല്ലേ. അതാണ്. അപ്പോ ഗ്രീവിയസ് ഹർട്ട് എന്നാണ് അതിന് IPC പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പറയുന്നത് ഹർട്ട് എന്നല്ല, ഗ്രീവിയസ് ഹർട്ട് എന്നാണ് അല്ലെ. പല്ലൊക്കെ പോയ 7 വർഷം തടവ് കിട്ടും. അപ്പൊ ആ തരത്തില് ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാർട്ടാണ് നമ്മുടെ പല്ല്. ആ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഗാനോഷി പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ പേസ്റ്റ്. നമ്മൾ കേട്ടിട്ടുള്ള പേസ്റ്റ് നിങ്ങൾക്കറിയാം, ഫ്ലൂറൈഡ് ഉള്ള, ട്രൈക്ലോസാൻ ഉള്ള, സോഡിയം ലോറൈൽ സൾഫേറ്റ് ഉള്ള, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ഉള്ള, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിനുള്ള, പാരബിൻസ് ഉള്ള, പൊട്ടാസ്യം നൈട്രേറ്റ് ഉള്ള, പ്രിസർവേറ്റീവ്സ് ഉള്ള വിഷ പേസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ സ്ഥാനത്ത് നാച്ചുറൽ ആയിട്ടുള്ള, ഇപ്പൊ വാട്ടർ സോലബിൾ ആയിട്ടുള്ള സോർബിറ്റോള് നാച്ചുറൽ ആണ്, ഫ്രൂട്ട്സിൽ നിന്ന്, ആപ്പിളിൽ നിന്നും പ്ലംസിൽ നിന്നും എടുക്കുന്നതാണ് സോർബിറ്റോൾ. അതേപോലെ തന്നെയുള്ള ധാരാളം വസ്തുക്കൾ ഇപ്പൊ ബയോമെറ്റീരിയൽ, ഇപ്പൊ ഡൈകാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ പേസ്റ്റിൽ കാണുന്നതെന്ന് പറയുന്നത് അത് ബയോമെറ്റീരിയലാണ്. അത് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ്, അക്വ വാട്ടർ ആണ്. അതേപോലെ തന്നെ നമുക്ക് സൈലിറ്റോൾ എന്നും പറഞ്ഞ് നമ്മൾ കാണും, അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നും എടുക്കുന്നതാണ്. ആ തരത്തില് പ്ലാന്റ് ഡെറിവേറ്റീവ് ആയിട്ട് പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണ് മറ്റുള്ള ഘടകങ്ങൾ ഓരോന്നും തന്നെ. ഇപ്പൊ പ്രധാനപ്പെട്ട ഘടകം ഗാനോഡർമ ഉണ്ട്, നമുക്ക് അതിനകത്ത് ഗാനോഡർമ ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ട്. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ സോയാബീനിൽ നിന്ന് എടുക്കുന്നതാണ്, കോക്കനട്ട് ഓയിലിൽ നിന്ന് എടുക്കുന്നതാണ്. പെപ്പർമിന്റ് ഓയിൽ ഉണ്ട്, പെപ്പർമിന്റ് അറിയാലോ, നമ്മുടെ കുരുമുളക്. അപ്പൊ ഇതേപോലെ മെന്തോള്, അതായത് പുതിനയിലയിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള പേസ്റ്റ്, അകത്ത് പോയാൽ പോലും പേടിക്കേണ്ടാത്ത നല്ല ക്വാളിറ്റി പേസ്റ്റ് നമുക്ക് DXN തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഗാനോഷി സോപ്പുണ്ട്, നമുക്ക് പേസ്റ്റ് ഉണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ നമ്മൾ ശിരോചക്രം എന്ന് പറയും അല്ലെ. നമ്മൾ ഈ ചക്രാസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ 7 ചക്രാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രയാണ്
ശിരോചക്ര എന്ന് പറയും. പ്രാണി ഹീലിംഗിലൊക്കെ അങ്ങനെയാ പറയുന്നത് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ആ ശിരോചക്രയിൽ നെറുകയിൽ തന്നെ അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഷാമ്പുവിൽ അക്വ ഉണ്ട്. അക്വ മീൻസ് എന്ന് പറഞ്ഞ വെള്ളമാണ് അല്ലെ. ഗ്ലിസറിൻ ഉണ്ട്, ഗാനോഡർമയുണ്ട്, ഇതെല്ലാം. അപ്പൊ അതിനകത്ത് ഹൈഡ്രോക്സി ഇഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്ന നാച്ചുറലാണ്. അപ്പൊ മോയിസ്ചറൈസർ പാത്തനോൾ എന്ന് പറയുന്നത് നാച്ചുറലാണ്. അപ്പോ അങ്ങനെയുള്ള ധാരാളം നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങൾ ചേർന്നിട്ടുള്ള നല്ല ഷാമ്പു നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. അത് വളരെ നല്ല ഷാമ്പു ആണ്. മറ്റുള്ള ഷാമ്പു ഒക്കെ നമുക്കറിയാം ധാരാളം സിന്തറ്റിക് ഘടകങ്ങൾ അതിനകത്തുണ്ട് അല്ലെ. ധാരാളം. ഇപ്പൊ എത്തിലീൻ ഗ്ലൈക്കോൾ, പോളി എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ പെഗ് എന്ന് പറയുന്ന സാധനം, പാരബിൻസ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. നോനി നമുക്കറിയാം ഇന്ത്യൻ മൾബറി എന്നറിയപ്പെടുന്ന നോനി മരം ബോറിൻ ആസിഡ് ഉള്ളതാണ്. നമുക്ക് വളരെ ഗുണമുള്ള ബ്രോമിലിൻ. അത് കൈതച്ചക്കയിലുള്ളതിനേക്കാൾ കൂടുതൽ നോനിയിലുണ്ട്. നോനി എന്ന് പറയുന്നത് 140ഓളം ഇൻഗ്രീഡിയൻസ് നോനി പഴത്തില് ഉണ്ട്. നോനി വളരെ ഗുണപ്രദമാണ്. അത് റിലീവ് സ്ട്രെസ്, നമ്മുടെ ടെൻഷൻ കുറക്കാൻ സഹായിക്കുന്നതാണ് നോനി. അത് ടോട്ടൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഹെൽത്ത്, നമ്മുടെ ആമാശയത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട്. പീരീഡ് ടൈമിലുള്ള പെയിൻ കുറയാനായിട്ടും പീരീഡ് കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പെൺകുട്ടികളുടെ കൂടപ്പിറപ്പ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന നോനി നമുക്ക് അത് ആന്റി ക്യാൻസർ ആണ്. അത്തരത്തിലുള്ള ഒത്തിരി ഗുണങ്ങളുള്ള, ഇപ്പോ സ്കോപ്പോലിറ്റിൻ പോലെയുള്ള ഘടകങ്ങൾ അതിനകത്ത് BP ഒക്കെ കുറച്ചു നിർത്താനായിട്ട്, നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്കോപ്പോലിറ്റിനൊക്കെ ഉണ്ട്. അതേപോലെയുള്ള ധാരാളം ഘടകങ്ങൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കറക്റ്റ് ചെയ്യുന്ന ഒലിഗോസാക്രൈഡ്സ് പോലെയുള്ള ഘടകങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മനസ്സ് കാമാക്കുന്ന, അപ്പൊ ഒത്തിരി ഗുണമുള്ള മെന്റലി ഒക്കെ നമുക്ക് ഗുണം തരുന്ന പ്രോഡക്റ്റ് ആണ് നോനി. നാച്ചുറൽ ആയിട്ടുള്ള പെയിൻ കില്ലർ കൂടിയാണ് നോനി എന്നുള്ള സത്യം നമ്മൾ അറിയുക. എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് റോസ്ലേ എന്ന് പറയുന്ന ജ്യൂസ്. ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഒരു 2 ടീസ്പൂൺ റോസ്ലേ ഇട്ട് ഒരു തണുത്ത ജ്യൂസ് നമ്മൾ കൊടുത്താൽ, ഹിബിസ്കസ് സബ്ഡാരിഫ എന്ന് പറയുന്ന ഒരു ചെടി, അതിന്റെ കാലിക്സ് പാട്ടാണ്, പൂവല്ല, പൂവിന്റെ അടിയിൽ കാണുന്ന പാട്ട്, അതാണ് നമ്മുടെ റോസ്ലേ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ധാരാളം കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വൈറ്റമിൻ B2 ഉണ്ട്, വൈറ്റമിൻ A ഉണ്ട്. അപ്പോൾ ഇത് ഈ കോമൺ കോൾഡ്, സ്ഥിരമായിട്ട് ജലദോഷം വരുന്നവർക്ക് വളരെ നല്ലതാണ്. പ്രിവെൻസ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം സ്ഥിരമായിട്ടുള്ളവർക്ക് നല്ലതാണ്. ടീത്ത് ആൻഡ് ഗംസ്, നമ്മുടെ പല്ലിന് ഒക്കെ വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസാണ്. വെയിറ്റ് ലോസിനെ സഹായിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബെസ്റ്റ് ലിവർ പ്രൊട്ടക്ടർ ആണ് അല്ലെ. കരളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ജ്യൂസാണ് റോസ്ലേ ജ്യൂസ് എന്ന് പറയുന്നത്. DXN ടീ ട്രീ ക്രീം ഏറ്റവും നല്ല ഒരു ആന്റിസെപ്റ്റിക് ക്രീം. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു പറയാൻ. ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി വൈറൽ ആണ് അല്ലെ. കൊറോണ പീരീഡിലൊക്കെ കയ്യിൽ പുരട്ടിക്കൊണ്ട് നടക്കുക അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന മെലാലൂക്ക ആൾട്ടർനിഫോളിയ എന്ന് പറയുന്ന ചെടിയുടെ ഇലയിൽ നിന്ന് എടുക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ടീ ട്രീ മരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗല്, ആന്റി വൈറൽ ആയിട്ടുള്ള ക്രീം നമുക്കുണ്ട്. എന്നാലും നമ്മുടെ എല്ലാ വീട്ടില് വിവിധ തരം മാരകമായ കെമിക്കല്, ഒരംശം പോലും അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അപകടമുള്ള കെമിക്കലായിട്ടുള്ള ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. സോ പ്രത്യേകിച്ച് വീണ്ടും കൊറോണയൊക്കെ സ്പ്രെഡ് ആകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൈകളൊക്കെ വളരെ ഭംഗിയായി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് നമ്മുടെ ടീ ട്രീ ക്രീം. നമുക്ക് അറിയാവുന്ന വളരെ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് അതിപ്പോ വന്നു കഴിഞ്ഞു. DXN അശ്വഗന്ധ എന്ന് പറയും. അമുക്കുരം എന്ന് കേട്ടിട്ടില്ലേ? അശ്വഗന്ധയുടെ ഗുണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ, ഓങ്കോളജിസ്റ്റ് ആണ്, അദ്ദേഹം പറയുന്നു, വളരെ പ്രായം ചെന്ന അദ്ദേഹം ആന്റി ക്യാൻസർ ആയിട്ട് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ അമുക്കുരമാണ്. അശ്വഗന്ധയുടെ ടാബ് അദ്ദേഹം റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രെസ് റിലീഫ് ചെയ്യാൻ അശ്വഗന്ധ നല്ലതാണ്. ടെൻഷൻ കുറക്കാനായിട്ട്, നല്ല ഉറക്കം കിട്ടാനായിട്ട് അശ്വഗന്ധ കഴിച്ചാൽ സൗണ്ട് സ്ലീപ്പ് നല്ലതാണ്. റീവൈറ്റലൈസ് ബോഡി, ക്ഷീണം മാറാനായിട്ട്, നല്ലൊരു എനർജി ഫീലിംഗ് കിട്ടാനായിട്ട്. പക്ഷെ അശ്വഗന്ധയുടെ ഏറ്റവും വലിയ പ്രത്യേകത റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് ഏറ്റവും നല്ലത്. ആണുങ്ങൾക്ക് പ്രത്യേകിച്ച്, പെണ്ണുങ്ങൾക്കും അവരുടെ ലൈംഗിക ആരോഗ്യം
ശക്തമാകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് അശ്വഗന്ധ. ബ്രഹ്മി കേൾക്കാത്തവരില്ലല്ലേ? പണ്ട് തൊട്ടേ നമ്മൾ പറയും, കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാത്ത സമയത്ത് കുറച്ച് ബ്രഹ്മി എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് പറയും. പക്ഷെ ബ്രഹ്മി തപ്പി നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? പ്രത്യേകിച്ച് ഇപ്പൊ കാലം മാറി, കേരളത്തിൽ ഗ്രാമമില്ല, എല്ലാം പട്ടണം മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് റൂറൽ ഏരിയ ഒന്നുമില്ല, എല്ലാം അർബൻ ഏരിയ തന്നെയാണ്. അപ്പൊ ബ്രഹ്മി തപ്പാൻ പറ്റില്ല. നമുക്ക് ബ്രഹ്മിയുണ്ട്. ഇംപ്രൂവിങ് മെന്റൽ ഫങ്ഷൻസ്, നമ്മുടെ മാനസികാരോഗ്യം ശക്തമാക്കാൻ, ന്യൂറോളജിക്കൽ ഫങ്ഷൻസ്, ബ്രെയിനിന്റെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർമ്മശക്തി നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, നമുക്കും വേണമല്ലോ, അവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, അപസ്മാരം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട്, അല്ലെ, സ്വരമാധുരത്തിന്, മലബന്ധം മാറാനായിട്ട്, വിക്ക് പോലെയുള്ള പ്രശ്നങ്ങൾക്ക്, അതിനൊക്കെ നമ്മൾ പണ്ട് കൊടുത്തിരുന്ന ഒരു ഉൽപ്പന്നമാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ബ്രഹ്മി നമുക്ക് ഉണ്ട്. നീമിന്റെ ടാബ് ഉണ്ട്. എത്ര പേര് മേടിക്കുന്നു എന്ന് അറിയില്ല. കൊറോണ പെരുകിയ സമയത്ത് പല നഴ്സുമാരും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ഓടിയെത്തി. അവരാദ്യം ചോദിച്ചത് ആര്യവേപ്പിന്റെ ടാബിനെ കുറിച്ചാണ്. ആര്യവേപ്പാണ് നീം എന്ന് പറയുന്നത്. വെരി എഫക്റ്റീവ് ഫോർ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നാച്ചുറൽ ഡീടോക്സിഫയർ ആണ്. രക്തത്തെ ശുദ്ധീകരിക്കുക. ആന്റി ബാക്ടീരിയൽ ആണ്. ബാക്ടീരിയകളെ ചെറുക്കും. പണ്ട് ഓർക്കുന്നില്ലേ നമ്മള്, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ വസൂരി പടരുമ്പോ ആര്യവേപ്പിന്റെ ഇല കൊണ്ട് ദേഹത്തൊക്കെ അടിക്കും അല്ലെ? ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, സ്കിന്നിന്റെ ഹെൽത്തിന് ഒത്തിരി സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീം അഥവാ ആര്യവേപ്പിന്റെ ടാബ് എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ അതേ കാറ്റഗറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ബ്ലാക്ക് ക്യുമിൻ എന്ന് പറയും. കരിഞ്ജീരകമാണ് ബ്ലാക്ക് ക്യുമിൻ എന്ന് പറയുന്നത്. കരിഞ്ജീരകം ഇതേപോലെ തന്നെ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ പല വൈറസുകൾക്കും മ്യൂട്ടേഷൻ വന്ന് വൈറസുകൾ മരുന്നുകൾ അതിജീവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കണക്കിൽപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ആന്റി ബാക്ടീരിയൽ ആണ്, നല്ല ആന്റി ഫംഗൽ ആണ്, ആന്റി ആസ്മാറ്റിക് ആണ്. നമുക്ക് ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഈ കരിഞ്ജീരകം, ബ്ലാക്ക് ക്യുമിൻ എന്ന് പറയുന്നത്. അലർജിക്ക് നല്ലതാണ് അല്ലെ? സൈനസ് പ്രോബ്ലത്തിന്, സ്നീസിങ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ബ്ലാക്ക് ക്യുമിൻ അഥവാ കരിഞ്ജീരകം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഉൽപ്പന്നം നമുക്കുണ്ട്. DXന്റെ വേറൊരു പ്രോഡക്റ്റ് ആണ് DXN ഗിലോയ്. DXN ഗിലോയ് എന്ന് പറയുന്നത് ചിറ്റാമൃതാണ്. ചിറ്റാമൃത് കേട്ടിട്ടില്ലേ നമ്മള്? അമൃത് എന്ന് തന്നെ പറയുന്നത് മരണമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ? അമൃത് എന്ന് പറഞ്ഞ മരണമില്ലാത്ത, അത്രക്ക് നല്ല പ്രോഡക്റ്റ് ആണ് ചിറ്റാമൃത്. രക്തശുദ്ധീകരണം, നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആന്റി വൈറലാണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗലാണ്. കാലഘട്ടത്തിന്റെ പ്രോഡക്റ്റ് ആണ്. ഈ സമയത്ത് ഏറ്റവും വലിയ വിഷയം അതാണ് അല്ലെ? ഏറ്റവും വലിയ വിഷയം അതാണ്. നമുക്കറിയാം കരൾ രോഗങ്ങൾക്ക് നല്ലതാണ് ചിറ്റാമൃത്. യൂറിക് ആസിഡിന്റെ പ്രശ്നമില്ലാത്തവരില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ നോൺ വെജ് കഴിക്കുന്നു. യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ധാരാളം പേർക്കുണ്ട്. അവർക്ക് നല്ലതാണ്. ഗുഡ് ഫോർ കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം ഉള്ളവര്, ഉത്കണ്ഠ, വിഷാദ രോഗം, മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക്, അവർക്കൊക്കെ ആയുർവേദ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഗിലോയ്. നമ്മുടെ ആയുർവേദ പ്രോഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമ്പനിക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വിളിക്കാം. നമുക്കത് കഴിക്കേണ്ട രീതികൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ദെൻ DXN ത്രിഫല. എന്താ ത്രിഫല എന്ന് പറയുന്നത്? നെല്ലിക്ക, താന്നിക്ക, കടുക്ക. നെല്ലിക്ക, താന്നിക്ക, കടുക്കയുടെ ഒരു കൂട്ടിച്ചേരലാണ് ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫലയുടെ വലിയൊരു ഗുണം ഈ IBS ഉണ്ടല്ലോ, മലബന്ധം, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഇടക്കിടക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക അല്ലെ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ത്രിഫല വളരെ നല്ലതാണ്. മാനസിക പിരിമുറുക്കം, നമുക്ക് ടെൻഷൻ കൂടുക, അതിന് നല്ലതാണ്. BP പ്രോബ്ലം, ലിവർ പ്രൊട്ടക്ടർ ആണ്, ലിവറിനെ സംരക്ഷിക്കുന്നുണ്ട്. മുടി വളരാൻ നല്ലതാണ്. ഈ നമ്മുടെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ദേഹത്ത് മുഴുവൻ ചൊറിയുക. അങ്ങനെയുള്ള ചൊറിച്ചിലുകൾക്ക് നല്ലതാണ്. വിരശല്യം വയറ്റിലുണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ നല്ലതാണ്. ത്രിഫല കൊടുക്കാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ത്രിഫല, നെല്ലിക്ക, താന്നിക്ക, കടുക്ക. നമ്മുടെ ജാഗറി അഥവാ ശർക്കര, പഞ്ചസാര നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാം പഞ്ചസാര അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയൊക്കെ എടുക്കുന്നത് കരിമ്പിൻ സത്തിൽ നിന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ സാധാരണ റിഫൈൻഡ് ഷുഗർ എടുക്കുമ്പോൾ അതിന് ആ വെളുത്ത പഞ്ചസാരയിലേക്ക് മാറ്റാനായിട്ട് ധാരാളം കെമിക്കൽ പ്രോസസ്സിംഗ് ഉണ്ട്. ആ കെമിക്കൽ പ്രോസസ്സിംഗ് ആണ് അതിനെ ആ വെളുത്ത കളറിലേക്ക്, വെളുത്ത വിഷത്തിലേക്ക് മാറ്റുന്നത്. എന്നാൽ അത്തരത്തിലുള്ള കെമിക്കൽസ് ചേരാതെ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ശർക്കര അഥവാ ജാഗരി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഏറ്റവും അത്യാത്ഭുതമായ പ്രോഡക്റ്റ് ആണ് കൊമ്പുച്ചായ്.
ഫെർമെന്റഡ് ഗ്രീൻ ടീ അല്ലെങ്കിൽ ഫെർമെന്റഡ് ബ്ലാക്ക് ടീ. ഈ ബ്ലാക്ക് ടീയും ഗ്രീൻ ടീയും തന്നെ നമുക്കറിയാം അതെല്ലാം നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അത് ഫെർമെന്റ് ചെയ്യുക അല്ലെ, മലയാളത്തിൽ കിണ്ണനം ചെയ്യുക എന്നൊക്കെ പറയും അല്ലെ. ആ സമയത്ത് സ്കോബി ഉണ്ടാവും, സിംബയോട്ടിക് കൾച്ചർ ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. സ്കോബി ഫോം ചെയ്യും. ആ സ്കോബി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കൊമ്പുച്ചായി എല്ലാവരും കഴിക്കുന്നുണ്ടല്ലേ. ചെറിയ വിലയുള്ള വലിയ ഗുണമാണ്. നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് സ്റ്റൊമക്കാണ്. നമുക്ക് പലപ്പോഴും ആദ്യം ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ധാരണ നമ്മുടെ തലച്ചോറിൽ എവിടെയാ പ്രശ്നം എന്നാണ്. പക്ഷെ പ്രശ്നം കിടക്കുന്നത് മുഴുവൻ വയറിലാണ്. ആ വയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കൊമ്പുച്ച പ്രോബയോട്ടിക് ആണ്. നല്ല ബാക്ടീരിയ വളരാൻ സഹായിക്കുന്നുണ്ട് അത്. നല്ല പിന്നെ മോശം ബാക്ടീരിയ നശിക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള അസിറ്റിക് ആസിഡ് കിൽ ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഈ മോശം ബാക്ടീരിയനെ ഇല്ലാതാക്കുകയും ചെയ്യും, നല്ല ബാക്ടീരിയനെ വളർത്തുകയും ചെയ്യും. ഹാർട്ട് ഡിസീസ് ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റിക് വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ക്യാൻസർ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആർത്രൈറ്റിക് പെയിൻ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഗ്യാസ്ട്രിക് അൾസർ, വയറ്റിൽ അൾസർ, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ. അതേപോലെ ഡൈജഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ദഹനമൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന നമ്മുടെ സെക്കൻഡ് ബ്രെയിനിന്റെ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് കൊമ്പുച്ചായി. എന്നാൽ നമുക്കറിയാം പല പ്രഗത്ഭരും പറഞ്ഞ സാധാരണക്കാരന്റെ ഗാനോഡർമ എന്ന് പറഞ്ഞ ഉൽപ്പന്നമാണ് സീബക്തോൺ. സീബക്തോൺ എന്ന് പറയുന്നത് യെല്ലോ ഓറഞ്ച് ബെറിയാണ്. ഹിമാലയത്തിന്റെ താഴ്വരയിൽ കാണുന്ന യെല്ലോ ഓറഞ്ച് ബെറിയാണ് സീബക്തോണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബ്ലഡ് പ്രഷർ, ബ്ലഡ് കൊളസ്ട്രോള്, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഒബിസിറ്റി, നമ്മുടെ പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങൾ, ഈ ലിവർ സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഐസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ സാധാരണക്കാരന്റെ ഗാനോഡർമ 190ഓളം ആക്റ്റീവ് എലമെന്റ്സ് നമ്മുടെ സീബക്തോണിലുണ്ട്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് omega-3 ഫാറ്റി ആസിഡ്. omega-3 അതിനകത്തുണ്ട്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ആന്റി ക്യാൻസറിനെയൊക്കെ തടയുന്ന omega-3 ഇതിനകത്തുണ്ട്. omega-6 ഉണ്ട്, ഹാർട്ട് ഡിസീസ്, ഹൈ കൊളസ്ട്രോളിനെയൊക്കെ തടയുന്ന omega-6 ഉണ്ട്. omega-7 ഉണ്ട്, നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ ഒക്കെ ഇല്ലാണ്ടാക്കുന്ന omega-7 ഉണ്ട്. omega-9 ഉണ്ട്, ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ബാക്ടീരിയയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒമേഗ നമ്മുടെ കയ്യില് omega-9 നമ്മുടെ ഈ പറയുന്ന സിബക്തോണിലുണ്ട്. അപ്പൊ omega-3 ഉണ്ട്, omega-6 ഉണ്ട്, omega-7 ഉണ്ട്, omega-9 ഉണ്ട്. എന്നാൽ ഇപ്പോ ഒത്തിരി ആളുകൾ റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹെൽത്തി ബോൺസ്, എല്ലിനും പല്ലിനൊക്കെ ബലയില്ലെങ്കിൽ നമുക്ക് എന്ത് കരുത്തുണ്ടാവും അല്ലെ. നാച്ചുറൽ കാൽസ്യം ഉണ്ട്, മിൽക്കിൽ നിന്നും ചീസിൽ നിന്നും എടുക്കുന്ന നാച്ചുറൽ കാൽസ്യം അതിനകത്തുണ്ട്. നമ്മുടെ ഗുഡിച്ചി മീൻസ് എന്ന് പറഞ്ഞത് ചിറ്റാമൃത് തന്നെയാണ്. ചിറ്റാമൃതിന് അറിയാലോ, മെമ്മറി കൂടാനും ആന്റി ക്യാൻസർ ആയിട്ടും ആന്റി ഓക്സിഡന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചിറ്റാമൃതുണ്ട്. അമ്പലയുണ്ട് അതിനകത്ത്, നെല്ലിക്കയുണ്ട്. നെല്ലിക്ക ലിവറിന്റെ ഹെൽത്തിന് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്. എല്ലൊക്കെ ഒടിയുന്ന സമയത്ത് പ്രകൃതി ചികിത്സകരും അത് ആയുർവേദ ഡോക്ടർമാരും അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ചങ്ങരമ്പഴണ്ട്, ഹഡ്ജോഡും ഉണ്ട്. സോ ഹെൽത്തി ബോൺ, ഉറച്ച പല്ലിനും എല്ലിനും വേണ്ടി നമുക്ക് കഴിക്കാവുന്ന ഹെൽത്തി ബോൺസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ ഹണിമൂൺ പാക്കേജ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഇപ്പൊ DXNൽ വന്നിട്ടുണ്ട്. അതിലൊരു മുഖ്യമായിട്ടുള്ള ഘടകമാണ് പനാക്സ് ജിൻസങ് എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും ലൈംഗികതയിൽ വരുന്ന പ്രശ്നങ്ങൾ ധാരാളം കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ നമ്മളുടെ ആ ഒരു പ്രത്യേക രീതി കൊണ്ടെല്ലാം മറച്ചു വെക്കുന്നു. അവിടെ ഹണിമൂൺ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, ദമ്പതിമാർക്ക് കൊടുക്കാവുന്ന പനാക്സ് ജിൻസങ്, കൊറിയൻ ജിൻസങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ജിൻസങ് ഏതായിരുന്നു? അശ്വഗന്ധ നമ്മുടെ ഹണിമൂൺ പാക്കേജിൽ വരുന്നതാണ്. പനാക്സ് ജിൻസങ്ങും കൊറിയൻ ജിൻസങ് എന്ന് പറഞ്ഞത് മെൻ ഓവറോൾ സെക്സ് ഹെൽത്ത്, ആണുങ്ങളുടെ ഈ സെക്സ് സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല, ഇംപ്രൂവ് ബ്രെയിൻ ഫങ്ഷൻ, ക്ഷീണം മാറാനായിട്ട് നല്ലതാണ്, ബ്ലഡ് ഷുഗർ ലോവർ ചെയ്യാനായിട്ട് നല്ലതാണ്, വൈറ്റമിൻ B12 ധാരാളമായിട്ടുള്ള നമ്മുടെ പനാക്സ് ജിൻസങ് നമ്മുടെ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ്. പലപ്പോഴും നമ്മുടെ സ്റ്റോക്ക് പോയിന്റില് അലോവേര ജ്യൂസ് ഇരിക്കുന്നുണ്ട്. ചിലരത് കണ്ടതുപോലും നടിക്കാറില്ല. അലോവേര, കറ്റാർവാഴയുടെ ജ്യൂസ് ഉണ്ട്. ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട്, നീർവീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്. നമ്മുടെ വെയിറ്റ് ലോസിന് നമുക്ക് കൂടെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ കട്ടൻ ചായക്കൊക്കെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ
ഒക്കെ കൃത്യമായിട്ട് നടക്കാനായിട്ട് അലോവേര നല്ലതാണ്. അൾസേഴ്സിന്, ആമാശയ വ്രണങ്ങൾക്ക്, IBS, ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഇടക്കിടക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, സ്കിന്നിന്, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള അലോവേര ജ്യൂസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ട്. എന്നാൽ കുട്ടികൾ, എത്രയോ കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. ആ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്നും മറന്നു പോകുന്നു നമുക്ക് ചബ്ബി ബേബി ഓയിൽ ഉള്ള കാര്യം. ചബ്ബി ബേബി ഓയിൽ എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി ഗുണമുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് ഈ കുഞ്ഞ് സ്കിന്നിൽ ഉപയോഗിക്കാനായിട്ട്. സൺഫ്ലവർ സീഡ് ഓയില്, സൂര്യകാന്തിയുടെ എണ്ണ അതിനകത്തുണ്ട്. വീറ്റ് ജേം എക്സ്ട്രാക്ട്, ഗോതമ്പിന്റെ തവിടിന്റെ എണ്ണ അതിനകത്തുണ്ട്, അല്ലെ? ഹോൾസ്റ്റൈൽ എക്സ്ട്രാക്ട് ഉണ്ട്. അതേപോലെ തന്നെ മൈലാഞ്ചി ഇലട സത്ത് എന്ന് പറയില്ല നമ്മള്, ഈ കമിഫോറ മിറ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂട്ടം, ഒരു കുഞ്ഞ് സ്കിന്നിന്, അല്ലെ, ആ നിർമ്മലമായ സ്കിന്നിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മുടെ ചബ്ബി ബേബി ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ധാരാളം പ്രോഡക്റ്റുകൾ നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു പ്രോഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് മുരിങ്ങ ടാബാണ്. ഡ്രംസ്റ്റിക് ലീവ്സ് നിന്ന്, മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയിലയിൽ നിന്ന് നമുക്ക്, മുരിങ്ങയില കിട്ടിയാൽ പണ്ടൊക്കെ തോരൻ വെച്ച് നമ്മൾ കഴിക്കുമായിരുന്നു. ഇപ്പൊ അത് കഴിക്കുന്നില്ല. പക്ഷെ അതൊന്നും കഴിക്കാനും ഉണ്ടാക്കാനൊന്നും നേരം നമുക്കില്ല. അവിടെ നമുക്ക് നല്ല മുരിങ്ങ ടാബുണ്ട്. രക്തവർദ്ധനവിന് നല്ലതാണ്. അയണിന്റെ അളവ് കൂടും. രക്തവർദ്ധനവ് നല്ലതാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിളർച്ചയുണ്ട്. നമ്മൾ സ്പൈറലിനെ കൊടുക്കാൻ പറയില്ലേ, ആ കൂട്ടത്തിൽ മുരിങ്ങ കൊടുക്കണം. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അനാവശ്യമായ നീർവീക്കങ്ങൾ ഉണ്ടാകില്ല, അല്ലെ? പ്രമേഹം കുറക്കാൻ സഹായിക്കുന്ന ക്ലോറോജനിക് ആസിഡ് അതിനകത്തുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കാം. ക്ലോറോജനിക് ആസിഡ് ഉണ്ട്, കൊളസ്ട്രോൾ കുറക്കും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ഓറഞ്ചിൽ ഉള്ളതിനേക്കാൾ 7 ഇരട്ടി വൈറ്റമിൻ സി ഉണ്ട്. അത് ക്യാരറ്റിലുള്ളതിനേക്കാൾ 10 ഇരട്ടി വൈറ്റമിൻ എ ഉണ്ട്. പാലിലുള്ളതിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം ഉണ്ട്. തൈരിലുള്ളതിനേക്കാൾ 9 ഇരട്ടി പ്രോട്ടീൻ ഉണ്ട്. പഴത്തിലുള്ളതിനേക്കാൾ 15 ഇരട്ടി പൊട്ടാസ്യം ഉണ്ട്. ചീരയിലുള്ളതിനേക്കാൾ 25 ഇരട്ടി അയൺ ഉണ്ട്. അതാണ് നമ്മുടെ മുരിങ്ങ ടാബ്. എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും നല്ല മുരിങ്ങ ടാബ് ഉണ്ട്. DXN മൾട്ടി ക്ലീനർ ഹിറ്റായ പ്രോഡക്റ്റ് ആണ്. ഒരു ദിവസം 10ഉം 20ഉം മൾട്ടി ക്ലീനറുകൾ വിൽക്കുകയാണ്. പേര് തന്നെ കേട്ടാൽ അറിയാം. നല്ല മണവും നല്ല ഗുണവുമുള്ള, റേറ്റ് ഒക്കെ നല്ല നോർമൽ ആയിട്ടുള്ള മൾട്ടി ക്ലീനർ. മൾട്ടി പർപ്പസ്, കാറ് കഴുകാനും വീട് കഴുകാനും ഒക്കെ ഉപയോഗിക്കാവുന്ന മൾട്ടി ക്ലീനർ നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. ഞാനിതിൽ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് PV കൂടിയ പ്രോഡക്റ്റ് ആണ്. പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് SV കൂടിയ പ്രോഡക്റ്റ് ആണ്. പക്ഷേ നമ്മൾ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം നാളെ നമുക്ക് 1 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഇൻകം വരുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെന്തുകൊണ്ട് കൊടുക്കണം എന്നെന്റെ പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. DXN മസാല ടീ ഏറ്റവും ഗുണമുള്ള ടീ ആണ്. ഒരു വലിയ ലീഡർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത് മാറിയാൽ അവർക്ക് അവിടെ ചീറ്റലും തുമ്മലും പനിക്കോളും വരും. മസാല ടീ ഉണ്ടെങ്കിൽ ചീറ്റലും തുമ്മലും പനിക്കോളും ഇല്ല. അതിനകത്ത് അശ്വഗന്ധ, സിന്നമോൺ ഉണ്ട്, കറുവപ്പട്ടയുണ്ട്, കാടമുണ്ട്, ഏലമുണ്ട്, ജിഞ്ചർ ഉണ്ട്, അല്ലെ? ഡൈജഷനൊക്കെ സഹായിക്കുന്ന ജിഞ്ചർ ഉണ്ട്. നമ്മുടെ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചി. തുളസി ഉണ്ട്, തുളസിയുടെ ഗുണം പറയണ്ട. അതിമധുരം ഉണ്ട് അതിനകത്ത്. ക്ലോസ്, ഗ്രാമ്പു ഉണ്ട്, ടീയും ഉണ്ട്. എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം, പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പനി വരിക, ചീറ്റല്, തുമ്മല്, കോൾഡ്, അങ്ങനെയുള്ള പ്രശ്നം വരുന്നവർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മുടെ മസാല ടീ എന്ന് പറയുന്നത്. മസാല ടീ സൂപ്പർ പ്രോഡക്റ്റ് ആണ്. നമുക്ക് ആ പ്രോഡക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഈ മുഖം വെളുപ്പിക്കൽ ഭയങ്കര പരിപാടിയാണ്. നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യം, മുഖം വെളുപ്പിക്കാൻ, ശരീരം വെളുപ്പിക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ടോ? നീറ്റായിട്ട് ബോഡി. പക്ഷെ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ പാർട്സ് ആണ്, സ്വകാര്യ ഭാഗങ്ങൾ. ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം. കുട്ടിനാളിലോട്ട്, കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടികൾ യൂറിനേറ്റ് ചെയ്താൽ വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അവിടെ നമുക്കൊരു ഉഗ്രം പ്രോഡക്റ്റ് ഉണ്ട്, DXN ഇന്റിമേറ്റ് എന്ന് പറയും. DXN ഇന്റിമേറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരില്ല. നമുക്ക് ഈ പറഞ്ഞ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, ഈസ്റ്റ് ഇൻഫെക്ഷൻ വരില്ല. അതേപോലെ ബാക്ടീരിയൽ ആയിട്ടുള്ള, ഫംഗൽ ആയിട്ടുള്ള, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരെ വരാതിരിക്കാൻ സഹായിക്കും. കാരണം എന്താണ്? അതിൽ ടീ ട്രീ ഓയിൽ ഉണ്ട്. ടീ ട്രീ ഓയിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആന്റി ഫംഗൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറൽ ആണ്. നീം എക്സ്ട്രാക്ട് ഉണ്ട്, ആര്യവേപ്പ് ഉണ്ട്.
ആര്യവേപ്പ് പണ്ടേ നമുക്കറിയാം അല്ലേ, വസൂരിയൊക്കെ വരുമ്പോ ആര്യവേപ്പിന്റെ ഗുണം നിങ്ങൾക്കറിയാം. സീബക്തോൺ ഓയിലുണ്ട്. സീബക്തോൺ എന്ന് പറഞ്ഞതിന്റെ ഗുണങ്ങൾ നമ്മൾ നേരത്തെ അക്കമിട്ട് പറഞ്ഞു. എത്രയോ അത്ഭുത ഘടകങ്ങളുണ്ട്. കലണ്ടുല എക്സ്ട്രാക്ട് ഉണ്ട്, ജമന്തിയുടെ സത്ത് ഉണ്ട്. നോക്കിക്കേ, നമ്മുടെ സ്വകാര്യ ഭാഗത്ത് ടീ ട്രീ ഓയിലും ആര്യവേപ്പും സീബക്തോണും ജമന്തിയുടെ സത്തൊക്കെ ഉപയോഗിക്കാവുന്നു. നമ്മൾ വേറെ ഒരു കമ്പനി പേര് ഞാൻ പറയുന്നില്ല, ആ മറ്റുള്ള ഈ സ്വകാര്യ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ചില വാഷുകളുണ്ട്, അതിനകത്ത് അമോണിയം ലോറൈൽ സൾഫേറ്റ് അല്ലെ, അതേപോലത്തെ പറഞ്ഞാല് ഞെട്ടുന്ന കെമിക്കലാണ്. അതാണ് കൊണ്ട് ഏറ്റവും സോഫ്റ്റ് ആയ ഭാഗങ്ങളിൽ നമ്മൾ കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ പറഞ്ഞു കൊടുക്കുക DXN ഇന്റിമേറ്റിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ധാരാളം പ്രോഡക്റ്റുകൾ. അമാൽക്കി ചൂർണ എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. നമ്മളോർക്കും നെല്ലിക്ക ഒത്തിരി കിട്ടുമല്ലോ, അത് കഴിച്ചാൽ പോരെ. പക്ഷെ പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് സമയത്ത് അത് റെഗുലർ ഹാബിറ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ പച്ച നെല്ലിക്ക ഒന്നും കൊണ്ടു നടന്ന് കഴിക്കില്ല. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന നെല്ലിക്കയുണ്ട്. വൈറ്റമിൻ സിയുടെ റിച്ച് സോഴ്സ് ആണ്. നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, രോഗപ്രതിരോധ ശേഷി കൂടും. ഈ ഡൈജഷൻ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് ഷുഗറിനെ പെട്ടെന്ന് നിയന്ത്രിക്കും നെല്ലിക്ക. ലിവർ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് നെല്ലിക്ക. ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, കണ്ണിന്റെ കാഴ്ചയ്ക്ക് നല്ലതാണ്. അമാൽക്കി ചൂർണ നെല്ലിക്ക പൊടി നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഉൽപ്പന്നം. എന്നാൽ ഇന്ന് മാർക്കറ്റ് പിടിച്ചെടുത്തിരിക്കുന്ന വലിയ പ്രോഡക്റ്റ് ആണ് റൈസ് ബ്രാൻ ഓയിൽ, തവിടെണ്ണ. തവിടെണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഗുഡ് ഫാറ്റ് ആണ് അല്ലേ. അതിനകത്തുള്ളത് ഗുഡ് ഫാറ്റ് ആണ്. പോളി ആൻഡ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ല, ഗുഡ് ഫാറ്റ് ആണ്. പോളി ആൻഡ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ നിയന്ത്രിക്കുന്നതാണത്, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ ഹാർട്ട് ഫൗണ്ടേഷനും മറ്റും WHO ഒക്കെ ഇതിന് വളരെ നല്ല പ്രോഡക്റ്റ് എന്നുള്ള ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഹൈ സ്മോക്ക് പോയിന്റ് ആണ്, വറുക്കാനും പൊരിക്കാനൊക്കെ നല്ലതാണ്. നമ്മുടെ നാട്ടില് ഏറ്റവും പ്രഗത്ഭമായ ക്ഷേത്രങ്ങളിലൊക്കെ വിളക്കെണ്ണയായിട്ടും ഈ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിച്ചാൽ ശാന്തിക്കാർക്ക് പെട്ടെന്ന് ഈ പല ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ വരില്ല. ഫിസിക്കലി റിഫൈൻഡ് ആണ്, കെമിക്കലി റിഫൈൻഡ് അല്ല. കെമിക്കലി റിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് അതിനകത്ത് അധികം കെമിക്കലുകളൊന്നും കടന്നു വരുന്നില്ല. വൈറ്റമിൻ എയും വൈറ്റമിൻ ഡി എല്ലാം റിച്ച് ആണ്. ഓറിസനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് റൈസ് ബ്രാൻ ഓയിൽ ധാരാളമായിട്ടുണ്ട്. സോ വളരെ നല്ല പ്രോഡക്റ്റ് ആണ് റൈസ് ബ്രാൻ ഓയിൽ. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ്, മറ്റൊരു അത്ഭുത കൂണാണ് ലയൺസ് മെയിൻ എന്ന് പറയുന്ന കൂണ്. ലയൺസ് മെയിൻ കൂണ് നമുക്ക് അത്യാവശ്യം വേണം, കഴിക്കുന്ന കൂണാണ് ഗാനോഡർമ പോലെ. ഡിമെൻഷ്യ, മറവി രോഗമുള്ളവര്, നമ്മുടെ നെർവ്സിന്റെ സിസ്റ്റത്തിന് തകരാറ് പറ്റിയവര്, നമ്മൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ കണക്ഷൻ കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, നമ്മുടെ ഈ ന്യൂറോ സിസ്റ്റത്തിനൊക്കെ തകരാറുണ്ടെങ്കിൽ, ആക്സിഡന്റ് പറ്റാൻ മാത്രമല്ല പ്രായം കൂടുമ്പോഴും അതൊക്കെ വരാൻ തുടങ്ങും. പ്രായം കുറഞ്ഞ ആളുകൾക്കും പലപ്പോഴും നമ്മൾ പറയില്ലേ കിളിപോയി എന്നൊക്കെ പറയും. കാരണം കറക്റ്റ് ആയിട്ടുള്ള ആ നെർവ്സിന്റെ പ്രവർത്തനങ്ങളുടെ താളം കറക്റ്റ് ചെയ്ത് ക്ലാരിറ്റിയും ഫോക്കസും തരുന്ന ആ കൂണിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ലയൺസ് മെയിൻ എന്ന് പറയുന്നത് അല്ലെ. കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ തലച്ചോറിന്റെ ചിന്തകളെ ഏകോപിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ള കൂണാണ് ലയൺസ് മെയിൻ എന്ന് പറയുന്ന കൂണ്. എന്നാൽ നമ്മുടെ ഹണിമൂൺ പാക്കേജിൽ വരുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് കോഡിസെപ്പ് ടാബ്ലറ്റ്. കോഡിസെപ്പ് എന്ന് പറയുന്നത് ഹിമാലയൻ ഗോൾഡ് എന്നാണ് പറയുന്നത്. ഹാർട്ടിന് നല്ലതാണ്, റെസ്പിറേറ്ററി ഫംഗ്ഷൻ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ സെക്സ്, പാഷനും പ്ലഷറും ലൈംഗിക ആരോഗ്യത്തിന് ഒത്തിരി സഹായമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കോഡിസെപ്പ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള, എപ്പോഴും ക്ഷീണവും തളർച്ചയും പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് DXN ചവനദ്രവ്യ എന്ന് പറയുന്ന ലിക്വിഡ് ന്യൂട്രീഷൻ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് നെല്ലിക്കയുണ്ട്, അമ്ലയുണ്ട്, അശ്വഗന്ധയുണ്ട്, ദശമൂലമുണ്ട്. ദശമൂലം എന്തൊക്കെയാണെന്ന് അറിയാലോ, 10 തരം ദശമൂലം എന്തൊക്കെയാണെന്ന്. ഇഷ്ടിമധു എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടി മധുരമുണ്ട്. ഇതിന്റെ ഗുണം പെട്ടെന്ന് നമ്മുടെ ക്ഷീണം മാറും, റിഡ്യൂസ് ഫാറ്റിഗ്, സപ്പോർട്ട് റിജുനേഷൻ, നമുക്ക് പെട്ടെന്ന് ആ യൗവനം കിട്ടാൻ, ഊർജ്ജസ്വലത കിട്ടാനായിട്ട് സഹായിക്കും, സ്ട്രെസ് ലെവൽ കുറയാനായിട്ട് സഹായിക്കും, നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിന്റെ ആരോഗ്യത്തെയൊക്കെ സഹായിക്കുന്ന ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ നമ്മുടെ ചവനദ്രവ്യ എന്ന് പറയുന്നത്. എന്നാൽ വന്നപടി പ്രോഡക്റ്റ് തീർന്നു പോയ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ചൂടും തണുപ്പൊക്കെ വന്നപ്പോ നമ്മൾ ഉപയോഗിച്ച പ്രോഡക്റ്റ് ആണ് സിത്തോപാൻ. നമ്മൾ കഫ് സിറപ്പായിട്ട് ഉപയോഗിച്ച സിത്തോപാൻ.
സിത്തോപ്പാനിന്റെ പ്രത്യേകത ഈ പല കഫ് സിറപ്പുകളും ആളുകൾ കൊറോണ പീരീഡില് ലഹരിക്ക് വേണ്ടി കഴിച്ചു. കാരണം അതിനകത്തൊക്കെ ആൽക്കഹോൾ ഉണ്ട്. കുട്ടികൾക്ക് കൊടുത്താൽ ഈതയിൽ ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് മയങ്ങിപ്പോകും. പക്ഷെ ഒരു ആൽക്കഹോളും ഇല്ലാത്ത നല്ല കഫ് സിറപ്പ് പുതിനയുണ്ട് അതിനകത്ത്. പുതിനയുടെ ഗുണം അറിയാലോ, ത്രോട്ടിന്റെ ഡിസ്കംഫർട്ടിന് വളരെ നല്ലതാണ്. വാസയുണ്ട്. വാസ എന്ന് പറയുന്നത് ആടലോടകം. ആടലോടകത്തിന്റെ ഗുണം നമുക്കറിയാം അല്ലെ, അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതേപോലെ തന്നെ മൈക്രോബിയൽ ആണ്, അണുക്കളൊക്കെ ചേർക്കുന്നുണ്ട്. തൃഗഡു ഉണ്ട്. തൃഗഡു അറിയാല, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി ആയിട്ടുള്ള തൃഗഡു ഉണ്ട്. തൃഗഡു ദഹനത്തിന്റെ ശക്തി കൂട്ടും. തുളസി ഉണ്ട്, ഇമ്മ്യൂണിറ്റി കൂട്ടും. ഹരിദ്രയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഹണിയുണ്ട്, തേനുണ്ട്, അത് നമ്മുടെ ത്രോട്ട് കറക്റ്റ് ചെയ്യും, ആന്റി ബാക്ടീരിയൽ ആണ്. ഇത്രയും സാധനങ്ങൾ ചേർന്ന ഒരു കഫ് സിറപ്പും നമുക്ക് ഇന്ന് ലോക മാർക്കറ്റിൽ കിട്ടില്ല. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് സിത്തോപ്പാൻ. കോക്കനട്ട് ഷുഗർ നമുക്കറിയാം, തെങ്ങൊരു കൽപ്പക വൃക്ഷമാണ് അല്ലെ. തെങ്ങിൽ നിന്ന് നമ്മൾ നീര ശേഖരിക്കുന്നു. പൂക്കലയിൽ നിന്നാണ് നീര കിട്ടുന്നത്. ഒരു പൂക്കലയിൽ നിന്ന് 1 ലിറ്റർ നീര കിട്ടും. എന്നാൽ 7 ലിറ്റർ നീര സംസ്കരിച്ചാൽ 1 ലിറ്റർ കോക്കനട്ട്, 1 കിലോഗ്രാം കോക്കനട്ട് ഷുഗർ കിട്ടും. സാധാരണ നമ്മൾ വെളുത്ത പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ, കരിമ്പിൻ പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ 10-60 തരം കെമിക്കൽ ഉപയോഗിച്ച് റിഫൈൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ വെളുത്ത വിഷം എന്ന് പറയുന്നത്. എന്നാൽ കാൽസ്യമുള്ള, അയണുള്ള, മഗ്നീഷ്യമുള്ള, സിങ്കുള്ള അല്ലെ, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞത്, അതായത് എളുപ്പത്തിൽ ഷുഗർ ലെവൽ കൂടി വരില്ല. നമ്മൾ സാധാരണ ഷുഗർ കഴിക്കുന്ന പോലെ ആ തരത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഷുഗറാണ് കോക്കനട്ട് ഷുഗർ. എന്നാൽ മറ്റൊരു കൂണ് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോറിയ എന്ന് പറയുന്ന ഒരു കൂണ്, പോറിയ കൊക്കോസ് എന്ന് പറയുന്ന മെഡിസിനൽ മഷ്റൂം, അതുപയോഗിച്ചുണ്ടാക്കുന്ന ടാബ്ലറ്റ് ആണ് പോറിയ എസ് ടാബ്ലറ്റ് എന്ന് പറയും. അത് ഗാനോഡർമ പോലെയുള്ള മറ്റൊരു കൂണാണ് പോറിയ എസ് ടാബ്ലറ്റ്. പോറിയ കൊക്കോസ് എന്ന് പറയുന്ന മെഡിസിനൽ മഷ്റൂം ആണ് ഉപയോഗിക്കുന്നത്. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കരളിനും കിഡ്നിക്കും ഏറ്റവും ബെസ്റ്റ് കൂണാണ്. ഏതാണ്? ഹെപ്പറ്റിക് ഫംഗ്ഷനും റീനൽ ഫംഗ്ഷനും ഏറ്റവും നല്ലതാണ്. സ്റ്റിമുലേറ്റ് ആപ്പിറ്റൈറ്റ്, നമ്മുടെ മെമ്മറി കൂടാൻ, ആൻസൈറ്റി കുറക്കാൻ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, അധികമായിട്ട് വെള്ളത്തിൽ ജലം തങ്ങിക്കിടക്കുന്നത്, എഡിമ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു കൂണാണ് പോറിയ എന്ന് പറയുന്നത്. ആ ടാബ്ലറ്റ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സോപ്പില് ട്രാൻസ് സോപ്പ് വന്നവരും എല്ലാവർക്കും അറിയാം, ഗാനോഡർമ സോപ്പും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അലോവേര സോപ്പെല്ലാം വന്നിട്ടുണ്ട്. പുതിയ പ്രോഡക്റ്റുകളിൽ നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കാവുന്ന പ്രോഡക്റ്റ് ആണ് മെഷാഷങ്കി പൗഡർ എന്ന് പറയും. മെഷാഷങ്കി പൗഡർ എന്ന് പറയുന്നത് ചക്കരക്കൊല്ലിയാണ്. ധാരാളം പേര് ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ട് അല്ലെ. ഡയബറ്റിക് പേഷ്യന്റ് ഒക്കെ നമ്മളോട് കാര്യമായിട്ട് ചോദിക്കാറുണ്ട്, ഡയബറ്റിക്കുള്ള എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് തരാൻ വല്ലതും ഉണ്ടോ? നമ്മൾ മെഷാഷങ്കി പൗഡർ അഥവാ നമ്മുടെ ചക്കരക്കൊല്ലി കൊടുക്കണം. അത് അവർക്ക് മാത്രമല്ല, വെയിറ്റ് ലോസിന് നല്ലതാണ്, അലർജി പ്രശ്നത്തിന് നല്ലതാണ്, കഫിന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്, ഇതിനൊക്കെ നല്ലതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അത് ചക്കരക്കൊല്ലി ഉപയോഗിക്കുന്നത് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അസ്ഥി സംഹാരം. അസ്ഥി സംഹാരം എന്ന് പറയുന്നത് ഹഡ്ജോഡാണ്, നമ്മുടെ ചങ്ങലമ്പരന്റെ. നേരത്തെ നമ്മൾ ഹെൽത്തി ബോൺസിൽ കണ്ടില്ലേ, ഹെൽത്തി ബോൺസിൽ വേറെ പലതും ഉണ്ട്, അമ്ലയുണ്ട്, നാച്ചുറൽ കാൽസ്യം ഉണ്ട്. പക്ഷെ ഇവിടെ ഹഡ്ജോഡ് മാത്രം, ചങ്ങലമ്പരന്റെ മാത്രം, ബോണിന്റെ ഹെൽത്തിന്, ജോയിന്റ്സിന്റെ ഹെൽത്തിന്, പെയിനൊക്കെ, സന്ധിയിലുള്ള പെയിൻ മാറാനായിട്ട് ഒക്കെ ഉപയോഗിക്കാവുന്ന അസ്ഥി സംഹാര എന്ന് പറയുന്ന ഉൽപ്പന്നം നമുക്ക് ഉണ്ട്. നമ്മൾ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് ഗാർലിക്, അതായത് വെളുത്തുള്ളി ചേർന്നിട്ടുള്ള ഒരു ഉൽപ്പന്നം, അതിനെ പറയുന്ന പേരാണ് ലസൂന. ലസൂന എന്ന് പറയുന്ന വെളുത്തുള്ളി നമുക്കറിയാം. ലസൂന ഹാർട്ടിന് വളരെ നല്ലതാണ്, നമുക്ക് ഡൈജഷന് വളരെ നല്ലതാണ്, കൊളസ്ട്രോൾ മാനേജ്മെന്റിന് വളരെ നല്ലതാണ്, റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായ പ്രശ്നത്തിന് നല്ലതാണ്, ലിവർ പ്രൊട്ടക്ടർ ആണ്. സോ ലസൂന എന്ന പേരിൽ നമുക്ക് വെളുത്തുള്ളിയുടെ ഒരു ടാബ് നമുക്കുണ്ട്. എന്നാൽ ഹിറ്റായ പ്രോഡക്റ്റ്, ചെറിയ വിലയും വലിയ ഗുണവും, അത്ഭുതങ്ങൾ 20 എണ്ണം ഒളിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്, അതിനെ പറയുന്ന പേരാണ് സൂപ്പർ ഗ്രീൻ. അശ്വഗന്ധ ഉണ്ട് അതിനകത്ത്, തുളസി ഉണ്ട് അതിനകത്ത്, അമ്ല ഉണ്ട് അതിനകത്ത്, ശതാവരിക്കിഴങ്ങ് ഉണ്ട് അതിനകത്ത്, ത്രിഫല ഉണ്ട് അതിനകത്ത്, വീറ്റ് ഗ്രാസ് പൗഡർ ഉണ്ട്, സ്പൈർലിന പൗഡർ ഉണ്ട്, മുരിങ്ങ പൗഡർ ഉണ്ട്, ചീരപ്പൊടി ഉണ്ട്, അൽഫാൽഫ. അൽഫാൽഫ എന്ന് പറയുന്നത് സ്പൈർലിനെ പോലെ ബഹിരാകാശ യാത്ര ചെയ്യുന്നവര് കൊണ്ടുപോകുന്ന ചില പ്രോഡക്റ്റുകളിൽ ഒന്നാണ് അൽഫാൽഫ. അൽഫാൽഫ ഉണ്ട്, കാടമോദവ ഏലയുണ്ട്, കറുവപ്പട്ടയുണ്ട്, സിന്നമൺ ഉണ്ട്, ക്ലോവ്, ഗ്രാമ്പു ഉണ്ട്, നാരങ്ങാപ്പുല്ലുപൊടി, ലെമൺ ഗ്രാസ് ഉണ്ട്, ഫെനൽ സീഡ്, പെരിഞ്ചീരകം ഉണ്ട്, ഫ്ലാക്സ് സീഡ്, ചണവിത്തുണ്ട്, സിസൈൻ സീഡ്, എള്ളുണ്ട്, ബീട്രൂട്ട് പൗഡർ ഉണ്ട്, ബാർലി പൗഡർ ഉണ്ട്, ടേർമറിക് ഉണ്ട്.
20 ഘടകങ്ങൾ വെറും 210 രൂപയ്ക്ക്. അതാണ് നമ്മുടെ സൂപ്പർ ഗ്രീൻ എന്ന് പറയുന്ന അത്ഭുതം. മഞ്ചിഷ്ട പൊടി വന്നിട്ടുണ്ട്. മഞ്ചിഷ്ട പൗഡർ സന്ധിവാതം പോലെയുള്ള പ്രശ്നത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് മഞ്ചിഷ്ട പൊടി. അത് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. ഗണ്ടീര എന്ന് പറയുന്നത് കാട്ടുപരണ്ട എന്ന് പറയും, കിരിയാത്ത് എന്നൊക്കെ പറയും. അത് സർക്കുലേഷൻ, നമ്മുടെ വയറിന്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ നല്ലതാണ്. പ്രതിരോധശേഷി കൂട്ടുന്നുണ്ട്. മാനസികാരോഗ്യം വളർത്തുന്നുണ്ട്. പ്രമേഹ നിയന്ത്രണത്തിന് നല്ലതാണ്. ലിവർ പ്രൊട്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന കിരിയാത്ത് അഥവാ കാട്ടുപരണ്ട എന്നറിയപ്പെടുന്ന ഗണ്ടീര നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. മറ്റൊരു സൂപ്പർ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഷിമേക്കോ. ഷിമേക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് മസിൽ പെയിൻ വരില്ലേ, നമുക്ക് വേദനകളൊക്കെ വരുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഷിമേക്കോ. അതിനകത്ത് ഗാനോഡർമയുണ്ട്, കൂണുണ്ട്, നട്ട്മെഗ് ഓയിൽ ഉണ്ട്, ജാതിപത്ര തൈലമാണുള്ളത്. വളരെ റിലാക്സിങ് ആയിട്ടുള്ള നല്ല സുഖം കിട്ടുന്ന, വേദന പെട്ടെന്ന് മാറ്റുന്ന ഷിമേക്കോ എന്ന് പറയുന്ന ഓയിൽമെന്റ് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. സ്വർണപത്രി ഉണ്ട്. സ്വർണപത്രി എന്ന് പറയുന്നത് നിലവാകയാണ് കേട്ടോ, നിലവാകയാണ്. അതിന് ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം മാറ്റാനുള്ള കഴിവുണ്ട്. രക്തശുദ്ധീകരണം, രക്തത്തിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. ഡൈജസ്റ്റീവ് എയ്ഡ്, ദഹിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ചർമ്മരോഗങ്ങൾക്ക് നല്ലതാണ്. വയറ്റിലെ കീടങ്ങൾ മാറാൻ നല്ലതാണ് നിലവാക. അതാണ് സ്വർണപത്രി എന്ന് പറയുന്ന നമ്മുടെ പ്രോഡക്റ്റ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് മാക്സ് ക്ലീൻ ഇറങ്ങിയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ടീ ബർഗർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും അടുത്ത് വന്ന ചില പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഒന്നിന്റെ പേരാണ് ഗോക്ഷുര. ഗോക്ഷുര എന്ന് പറയുന്നത് ഞെരിഞ്ഞിലാണ്, ഞെരിഞ്ഞില്, മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, അതേപോലെ ലൈംഗിക ശേഷി വർദ്ധിക്കാനായിട്ട്, ടെസ്റ്റസ്റ്ററോൺ ലെവൽ വർദ്ധിക്കാനായിട്ട്, പ്രത്യേകിച്ച് മെയിൽ സെക്സ് അല്ലെ, ലൈംഗിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഗോക്ഷുര അഥവാ നമ്മുടെ ഞെരിഞ്ഞിൽ എന്ന് പറയുന്നത്. മേദിക വന്നിട്ടുണ്ട്. മേദിക പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നയനാര് പറയാറുണ്ട്, അദ്ദേഹത്തിന് ഡയബറ്റിക് ആയിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഉലുവയാണ്. ആ ഉലുവ കേൾക്കുമ്പോൾ നമുക്ക് ഉലുവയല്ലേ നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ കഴിക്കില്ല. നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് എളുപ്പം കിട്ടണം. അപ്പൊ അത് നമുക്കുണ്ട്. മേദിക എന്ന് പറയുന്നത്, മേദിക പൗഡർ ഉലുവാപ്പൊടിയാണ്. ഇൻസുലിന്റെ പ്രവർത്തനം ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്. തണുപ്പ് കാലത്തൊക്കെ സന്ധിവേദന വരുന്നുണ്ടല്ലോ, ആ സന്ധിവേദന ഉള്ളവർക്ക് അവർക്ക് നല്ലതാണ്. അതിനൊക്കെ നല്ല രൂപത്തിൽ ഗുണം തരുന്ന മേദിക നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ട്. വളരെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗാനോഷി ബോഡി ഫോം. ഇപ്പൊ ഗാനോഷിയുടെ ബോഡി ഫോം നമുക്ക് കുളിക്കാനായിട്ട്, ഗാനോഷിയുടെ ബോഡി ഫോം നമുക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗാനോഡർമയുടെ പ്രോഡക്റ്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നു വീണ്ടും നമ്മുടെ ഹണിമൂൺ പ്രോഡക്റ്റുകൾ. ഞാൻ പറഞ്ഞല്ലോ ഹണിമൂൺ പാക്കേജിൽ വരുന്നതാണ് ആത്മഗുപ്ത. ആത്മഗുപ്ത എന്ന് പറയുന്നത് നായ്ക്കുറണം എന്ന് പറയില്ലേ നമ്മള്, ആ പൊടിയാണ്. ലൈംഗികാരോഗ്യത്തിന്, സെക്ഷൽ എനർജിക്ക്, എറക്ടൈൽ ഫങ്ഷൻ അല്ലെ, ഉത്തേജനത്തിന്, സ്പേം കൗണ്ട് കൂടാനായിട്ട് പാലിൽ ചേർത്ത് 5 ഗ്രാം വീതം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമുക്കുണ്ട്. പിന്നെ കലമേഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ നിലവേപ്പ് തന്നെയാണ്, കിരിയാത്ത് തന്നെയാണ്. രക്തശുദ്ധിക്കും കരൾ വീക്കത്തിനും പ്രമേഹത്തിനും ഒക്കെ ഉപയോഗിക്കാവുന്ന കലമേഗ് കിരിയാത്ത് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ എഷ്ടിമധു ചൂർണ എന്ന് പറയുന്നത് ഇരട്ടിമധുരമാണ്. ഇരട്ടിമധുരത്തിന്റെ ഗുണം നമുക്കറിയാലോ. ഓറൽ ഹെൽത്ത്, വായിലെ പല്ലിലെ കറ പോകാൻ, വായുനാറ്റം മാറാൻ, മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നത് നിൽക്കാൻ, ഒച്ചയടപ്പ് മാറാൻ, നിറം വെക്കാൻ മുഖത്ത് പുരട്ടാറുണ്ട്. മനം പുരട്ടുള്ളവര്, ഛർദി വരുന്നവര് ഉപയോഗിക്കാറുണ്ട്. ഡൈജസ്റ്റീവ് ഫയറിന്, ദഹനം ശക്തി കൂടാൻ കഴിക്കാറുണ്ട്. വയറിലെ കൃമി പോകാൻ കഴിക്കുന്നതാണ് ഇരട്ടി മധുരം. അത് നമുക്കിപ്പോ പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗുഡ്സി എന്നുള്ള പേരില് ചിറ്റാമൃത് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. യൂറിക് ആസിഡിന് നല്ലതാണ്, ഡയബറ്റിക്കിന് നല്ലതാണ്, കരൾ രോഗങ്ങൾക്ക് നല്ലതാണ്, ഹൃദ്രോഗങ്ങൾക്ക് നല്ലതാണ്. ആസന എന്ന് പറയുന്നത് വേങ്ങയാണ്. വേങ്ക എന്ന് പറയുന്നത് നമുക്കറിയാലോ, പ്രമേഹത്തിന് ഏറ്റവും നല്ലതാണ്, പൊണ്ണത്തടി മാറാൻ നല്ലതാണ്, രക്തദൂഷ്യം മാറാനായിട്ട് നല്ലതാണ്. ഇത് കൂടാതെ നമുക്ക് വന്ന പ്രോഡക്റ്റ് ആണ് കരവല്ലക എന്ന് പറയുന്ന പാവക്കാപ്പൊടി. കരവല്ലക എന്ന് പറയും. അത് ഡയബറ്റിക്കിന് വളരെ നല്ലതാണ്, സ്കിന്നിനും ഹെയറിനും നല്ലതാണ്, ലിവറിന്റെ ഹെൽത്തിന് നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്, ഡൈജഷൻ നല്ലതാണ്. സോ നമ്മൾ കഴിക്കാമെന്ന് ഓർക്കും. വരാൻ പോകുന്ന 1-2 പ്രോഡക്റ്റുകളും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്. അതിലിപ്പോ വരാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് ഗുഗ്ലു പൗഡർ എന്ന് പറയും. ഗുൽഗുലു എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഗുഗ്ലു പൗഡർ എന്ന് പറഞ്ഞാൽ വരുന്നത് ഭാരതത്തിൽ വരണ്ട പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ പറയുന്ന ഗുൽഗുലു എന്ന് പറയുന്നത്.
ശാലമരം എന്ന് പറയുന്ന മരത്തിൽ നിന്നാണ്. സാധാരണ മൈസൂർ ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് ഊറി വരുന്ന കറയും അതിന്റെ കായകളുമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്രന്ഥിവീക്കങ്ങള്, മഹോദരം, ഗ്രന്ഥിവീക്കം, ആമവാദം, വാദം, പ്രമേഹം, പിന്നെ നമ്മൾ പറയുന്ന പൈൽസ്, ഇതിനൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ ഉണങ്ങാത്ത മുറിവുകള്, മുഖക്കുരു, അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗുൽഗുലു അഥവാ ഗുഗ്ലു പൗഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ്. റോഹിങ് വരുന്നുണ്ട്, കായമാണത്. റോഹിങ് നാച്ചുറൽ ആയിട്ടുള്ള കായപ്പൊടി വരുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നം, വയറ്റിലെ അൾസർ, ചർമ്മ പ്രശ്നങ്ങൾ, BP കുറയ്ക്കാനായിട്ട്, BP നോർമലാക്കാൻ, പ്രാണികളുടെ കടിയൊക്കെ കയറ്റി കഴിഞ്ഞാൽ അത് മാറാൻ, അതിനൊക്കെ ഉപയോഗിക്കുന്ന റോഹിങ് അഥവാ കായപ്പൊടി വരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ. അതുകൂടാതെ ഒരു പുത്തൻ പ്രോഡക്റ്റ് ഹരിദ്ര, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് അതിനകത്തുള്ള ക്യൂർക്യുമിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് അത് കളയാതെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഹരിദ്രാപ്പൊടി വന്നിട്ടുണ്ട്. അത് സ്കിൻ ബെനിഫിറ്റ് ഉണ്ട്, പ്രതിരോധശേഷി കൂട്ടും, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, മലബന്ധം കുറക്കും, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നുണ്ട്, ഹൃദയാരോഗ്യത്തിനും നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇത്രയേറെ പ്രോഡക്റ്റുകൾ വരികയാണ്. ഇനിയും 70 പ്രോഡക്റ്റുകൾ റൂട്ടിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തു. ഞാൻ പറയുന്നത് നമുക്ക് എത്രമാത്രം പ്രോഡക്റ്റുകളാണ്. ഇനി നമ്മളെല്ലാം ആറ്റുനോറ്റ് കാത്തിരുന്ന നോനി ഡൈ വരാൻ പോണേ അല്ലെ. പല കെമിക്കൽ ഡൈ അടിച്ച് ഡൈ ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നല്ല നാച്ചുറൽ ഡൈ വരാൻ പോവുകയാണ്. അപ്പോ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വരുന്നു. പക്ഷെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് എന്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്, അതിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് പ്ലാൻ. ആ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിലുള്ള വ്യക്തികളെ നമ്മുടെ അപ്ലൈനുമായിട്ട് ചേർന്ന് കണ്ട് അവരെ എത്രയും വേഗത്തിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുക. അവരെ കൊണ്ട് നമ്മളൊരു ഹോം ഷോപ്പ് എടുപ്പിക്കുക, മൈ ഹോം മൈ ഷോപ്പ് എടുപ്പിക്കുക. ആ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കണക്ക് അവതരിപ്പിച്ചു. ഒരു 20,000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ ഒരു മൈ ഹോം മൈ ഷോപ്പ് തുടങ്ങിയാൽ നമുക്ക് ഏകദേശം 10,000 SP കിട്ടും. ഒരു 6 പേർക്ക് നമ്മൾ ഈ മൈ ഹോം മൈ ഷോപ്പ് 20,000 എടുക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ സഹായിച്ചാൽ നമുക്ക് 12,900 രൂപ ഇൻകം കിട്ടും. എന്നാൽ 8 പേര് 12,900 മേടിക്കാൻ സഹായിച്ചാൽ നമുക്ക് 1,40,40,000 രൂപ ഇൻകം കിട്ടും. 8 പേരെ 1,40,40,000 വരുമാനം ഉണ്ടാക്കാൻ സഹായിച്ചാൽ 6,90,000 ഇൻകം കിട്ടും. 8 പേർക്ക് 6,90,000 ഉണ്ടാക്കാൻ സഹായിച്ചാൽ 59,90,000 നമുക്ക് ഇൻകം കിട്ടും. സുന്ദരമായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. വെറും 1/4 പവന്റെ സ്വർണം അത് മാത്രം നമുക്കുണ്ടെങ്കിൽ ഒരു 20,000 മൈ ഹോം മൈ ഷോപ്പ് എടുത്തുകൊണ്ട് അത് ഒരു 8 പേരുടെ ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് നമ്മൾ ഒരു 4 സ്റ്റേജ് വർക്കൗട്ട് ചെയ്താൽ 60 ലക്ഷം വരെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും നല്ലൊരു ട്രിപ്പ് കമ്പനി ഓഫർ ചെയ്യുന്നു. വരുന്ന 5 മാസം കൊണ്ട് വെറും 3 ലക്ഷം PV പുതിയ ആളുകളിലൂടെ കൊടുത്താൽ, പുതിയ ടീമിലൂടെ കൊടുത്താൽ, ഫണ്ട് എക്സ്പയർ ആയി പോയ ആളുകൾ ആക്ടിവേറ്റ് ചെയ്താൽ അവരുണ്ടാക്കുന്ന ടീം ആയാലും മതി. അങ്ങനെ ജൂൺ തൊട്ട് നവംബർ വരെയുള്ള സമയത്ത് 3 ലക്ഷം PV കൊടുത്താൽ നമുക്ക് അടിച്ച് പൊളിച്ച് മലേഷ്യയിലെ ഏറ്റവും സുന്ദരമായ 10,000 റൂമുള്ള നമ്മുടെ ഗണ്ടിങ് ഹൈലാൻഡിൽ പോയി തങ്ങാനും, അതേപോലെ നമ്മുടെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഓഫീസ് 1 കിലോമീറ്റർ നീളത്തിൽ നിൽക്കുന്ന DXN സൈബർ വില്ല. ലോകത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് DXN മാത്രമേ ഇത്രയും വലിയ കോർപ്പറേറ്റ് ഓഫീസ് ഉള്ളൂ. അവിടുത്തെ 100-100ഓളം 5 സ്റ്റാർ സൗകര്യമുള്ള റൂമിൽ തങ്ങാനൊക്കെയുള്ള അവസരം. ഇതെല്ലാം നേടിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ സജീവമായിട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിന് എന്നെ കേട്ട എന്റെ പ്രിയപ്പെട്ട അനുജന്മാർക്ക് അനുജത്തിമാർക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.